അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വിശേഷ കർത്താവ് ദാസനെയും കുടുംബത്തെയും വന്ദനം ചെയ്യുന്നു. അവിടെയുള്ള ദൈവമക്കളെ ഒക്കെ ഒരു പ്രാവശ്യം കൂടെ കാണാനും ഒരുമിച്ച് ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാനും സ്വർഗത്തിലെ ദൈവം അവസരം നൽകിയത് ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു. ഈ വർഷത്തിന്റെ അവസാനങ്ങളിൽ ദൈവസഭ ക്രമീകരിച്ച ഉപവാസ പ്രാർത്ഥനയിൽ കഴിഞ്ഞ 3 ദിവസവും ഈ രാത്രിയിലും ദൈവവചനം ശുശ്രൂഷിക്കുവാൻ വിശേഷിച്ച് സഭയിലെ ദൈവമക്കളും കർത്തദാസനും കൂടി തീരുമാനമെടുത്ത് എനിക്ക് അവസരം തന്നതോർത്ത് കർത്താവിനെ വാഴ്ത്തുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളുള്ള വിശേഷമായ നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ചില നിമിഷങ്ങൾ ദൈവവചന ധ്യാനത്തിനായിട്ട് വേർതിരിക്കാം. കഴിഞ്ഞ 3 രാത്രികളിലും റോമാലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായം 17-21 വാക്യങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു പദം ചിന്തിച്ചത്. 4 പ്രത്യേക വാഴ്ചകളെ കുറിച്ച് അവിടെ പറഞ്ഞതിൽ ഒരു വാഴ്ച നമ്മൾ ചിന്തിപ്പാൻ ഭാഗികമായി അവസരം എടുത്തുള്ളൂ. അത് കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്നാൽ എല്ലാ ദിവസവും അങ്ങനെയുള്ള സന്ദേശം പറഞ്ഞ് ഉപവാസ പ്രാർത്ഥനയുടെ ആ സന്തോഷം ഇല്ലാതെയാക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. ദൈവമക്കളെ സംബന്ധിച്ച് ഏത് വചനവും സന്തോഷമാണെങ്കിലും കുറച്ചുകൂടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ സ്പർശിക്കുന്ന സന്ദേശങ്ങൾക്കേറെ ഇഷ്ടവും താല്പര്യവുമാണ് എന്നുള്ളത് കൊണ്ടും ഉപവാസ പ്രാർത്ഥനയിൽ അത് ആവശ്യമായിരിക്കുന്നത് കൊണ്ടും മറ്റൊരു സന്ദേശം ഈ രാത്രി ഞാൻ പറയാമെന്ന് ദൈവമക്കളെ കഴിഞ്ഞ രാത്രി ഓർപ്പിച്ചിരുന്നു. ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത് നീതീകരിക്കപ്പെട്ട ഒരു ദൈവപൈതൽ അവന്റെ ജീവിതത്തിൽ പാപം ഉണ്ടാകുമോ, അവൻ പാപം ചെയ്യുമോ, ചെയ്യുമെങ്കിൽ അതിൻ്റെ ആ വിഷയത്തിൽ ദൈവമക്കളുടെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ചിന്തിച്ചു നിർത്തിയത്. ആ വിഷയത്തിൽ ദൈവം എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും നാം എങ്ങനെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നുവെന്നും ഈ 2 വിഷയങ്ങളായിരുന്നു ഫോക്കസ് ചെയ്തത്. ഇന്ന് നീതീകരിക്കപ്പെട്ട ദൈവമക്കൾ അനുഭവിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടൽ എങ്ങനെ, അതാണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. നീതീകരിക്കപ്പെട്ട ദൈവമക്കൾ എന്ന് പറയുമ്പോൾ നമ്മളെ എല്ലാം വേദപുസ്തകം പഠിപ്പിക്കുന്ന നീതിമാൻ എന്നാണ്. നീതീകരിക്കപ്പെട്ടവർ യേശു കർത്താവിനാൽ നീതീകരിക്കപ്പെട്ടവരാണ് നമ്മൾ. റോമാലേഖനം 5-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടിട്ട് എന്നാണ് വായിക്കുന്നത്. അപ്പം നമ്മൾ നീതീകരിക്കപ്പെട്ടവരാണ്, ദൈവമക്കളാണ്. നമ്മൾ പാപികളല്ല, ദൈവമക്കളാണ്. എന്നാൽ ദൈവമക്കൾ പാപം ചെയ്യും എന്നുള്ളതാണ് ഒരു വശത്ത് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ തന്നെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ദൈവമക്കൾ എന്നാണ്. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുക. പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നുവെന്ന് യോഹന്നാന്റെ ലേഖനത്തിലും അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം കൊടുത്തു എന്ന് യോഹന്നാൻ സുവിശേഷത്തിലും വ്യക്തമാക്കി എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് നാം ദൈവമക്കളാണ്. അതിന് പറയുന്ന 1-ാമത്തെ പേരാണ് നീതീകരിക്കപ്പെട്ടവർ, നീതിമാന്മാർ. നീതിമാന്മാരായ ദൈവമക്കൾ കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങുമ്പോൾ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ചിന്ത, സുവിശേഷകന്മാരായ ഞങ്ങളൊക്കെ ആവർത്തിച്ച ദൈവമക്കളോട് പറയുന്നൊരു ചിന്തയുണ്ട്, കർത്താവിനെ അറിഞ്ഞാൽ മതി, എല്ലാം ശരിയാവും. കർത്താവിന്റെ അടുക്കൽ വന്നാൽ, രക്ഷിക്കപ്പെട്ടാൽ എല്ലാം ഓക്കെയാവും. അത് കേട്ടിട്ടാണ് പലരും ദൈവകൃപയിലേക്ക് വരുന്നത് തന്നെ. വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെയുള്ളവരെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ മാന്യമായി കൈകാര്യം ചെയ്യും. എന്നിട്ട് പറയും എല്ലാ വിഷയത്തിനും പരിഹാരമുണ്ട്, കർത്താവിൽ കൂടെ എല്ലാ വിഷയം പരിഹരിക്കപ്പെടും. സത്യമാണ്, വേദപുസ്തകം പഠിപ്പിക്കുന്നത്.
സകല വിഷയത്തിനും പരിഹാരം യേശു ക്രിസ്തു. ആ പറയുന്നതിന്റെ അർത്ഥം മനുഷ്യന്റെ സകല പ്രശ്നങ്ങളുടെ കാരണം പാപമാണ്. അത് യേശു ക്രിസ്തു പരിഹരിക്കുമെന്നാണ്. പക്ഷെ നമ്മളതിനെ ഡയലൂട്ട് ചെയ്ത് നമ്മുടെ എല്ലാ വിഷയങ്ങളുടെയും പരിഹാരം യേശു ക്രിസ്തുവാണ്, ലോൺ അടയ്ക്കുന്നത് യേശു ക്രിസ്തുവാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് താഴ്ന്നു പോകുന്നു എന്ന് എനിക്ക് ചിന്തയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദേശങ്ങൾ, അല്ലെങ്കിൽ യേശു ക്രിസ്തു സകലവും പരിഹരിച്ചു തരുമെന്ന് പറഞ്ഞ് ഒരുവനെ ദൈവകൃപയിലേക്ക് നയിച്ചു കഴിയുമ്പോൾ, ആ മനുഷ്യൻ ദൈവകൃപയിൽ വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് അവിടെ ഉള്ളതിനേക്കാൾ പ്രശ്നമാണ് ഇവിടെ. ഞാൻ പറഞ്ഞത് കേവലം സഭയ്ക്കകത്തെ പ്രശ്നങ്ങളോ ആത്മീയ കോളത്തിലെ പ്രശ്നങ്ങളോ കുറിച്ചോ അല്ല. അത് നമുക്കിപ്പോൾ തുടരേണ്ട കാര്യമൊന്നുമില്ല. ജീവിതത്തിൽ കർത്താവിനെ അറിയുന്നതിന് മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ, കർത്താവിനെ സ്നേഹിക്കാൻ ജീവിതം ഏൽപ്പിക്കപ്പെടുന്നതിന് മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ പ്രതിസന്ധികൾ ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച ശേഷം ദൈവമക്കൾക്കുണ്ടാകുന്നു. അത് എന്തുകൊണ്ടാണ് എന്ന് പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെയാണോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഇതൊരു കോമൺ ചോദ്യമാണ്. നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രശ്നത്തിന്റെ നടുവിൽ, ബുദ്ധിമുട്ടിന്റെ നടുവിൽ, കർത്താവേ ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നു, എനിക്ക് എന്താ ഇങ്ങനെ? ഞാൻ എത്രയും വിശുദ്ധിയോടും നിർമ്മലതയോടും ജീവിക്കുന്നത്, എനിക്ക് എന്താ ഇങ്ങനെ? ദൈവത്തോട് വേണ്ട നിലയിൽ സ്നേഹം കാണിക്കാതെ, ദൈവത്തെ വേണ്ട നിലയിൽ ആരാധിക്കാതെ, ദൈവത്തെ വിശ്വസിക്കാതെ, ദൈവത്തിനു വേണ്ടി നിൽക്കാതെ ജീവിക്കുന്ന വ്യക്തികൾക്ക് നമ്മുടെ അത്രയും പ്രശ്നങ്ങളില്ല. നമുക്കത് പ്രശ്നങ്ങളുടെ വേലിയേറ്റവും. സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോവുകയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇന്ന് രാത്രി അതാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വിഷയം. എന്തുകൊണ്ട് നീതിമാന്മാർ കഷ്ടം അനുഭവിക്കുന്നു? അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. എന്തുകൊണ്ട് നീതിമാന്മാർ കഷ്ടം അനുഭവിക്കുന്നു? ഈ ചോദ്യം ദൈവത്തോട് ചോദിക്കുന്നത് ശരിയോ? നാം മാത്രമാണോ ഈ ചോദ്യം ചോദിക്കുന്നത്? വേദപുസ്തകത്തിൽ ഭക്തന്മാർ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഇത്യാദി കാര്യങ്ങൾ കോർത്തിണക്കി ഈ രാത്രി സവിസ്തരമായി നമ്മൾ ദൈവവചനം ധ്യാനിക്കുവാൻ പോവുകയാണ്. എന്തുകൊണ്ട് നീതിമാന്മാർ കഷ്ടം അനുഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ ചോദ്യം ഉയർന്നു വന്നാൽ, ആദ്യമായി ഈ വിഷയത്തെ കുറിച്ച് ചോദിച്ച വ്യക്തിയെ നമ്മൾ പഠിക്കണം വേദപുസ്തകത്തിൽ നിന്ന്. രണ്ട്, ഈ ചോദിച്ച വ്യക്തിയുടെ പ്രത്യേകത നമ്മൾ പഠിക്കണം. നീതിമാൻ എന്ന് ആ പദം കേട്ടാൽ നമ്മുടെ ഹൃദയത്തിൽ ഓടി വരുന്ന ഒരു വ്യക്തിത്വം ഇയ്യോബാണ്. നീതിമാനായ ഇയ്യോബ്. അബ്രഹാമിന്റെ സമകാലികനായിരുന്നു ഇയ്യോബ്. അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരാണ് ഇയ്യോബ്. വേദപുസ്തകത്തിൽ ന്യായപ്രമാണ കാലഘട്ടം എന്ന കാലഘട്ടം ആരംഭിക്കുന്നതിന് മുൻപ് മറ്റൊരു കാലഘട്ടം കാണാം. അത് പൂർവ്വകാലം എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ബൈബിൾ മുഴുവനായി പഠിച്ചാൽ 5 കാലഘട്ടങ്ങളാണ്. അതിൽ പൂർവ്വകാലത്തിൽ ജീവിച്ചിരുന്ന അബ്രഹാമിന്റെ സമകാലികനായ ഇയ്യോബ് ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യമാണ്, കർത്താവേ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇയ്യോബിന്റെ ചോദ്യം നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുവാൻ വേണ്ടിയാണ്. ഇയ്യോബിന്റെ പുസ്തകം 21-ാമത്തെ അധ്യായം 4 മുതലുള്ള വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ സങ്കടം പറയുന്നത് മനുഷ്യനോടോ? എന്റെ ക്ഷമ അറ്റുപോകാതിരിക്കുന്നത് എങ്ങനെ? ശ്രദ്ധിക്കണേ, മനുഷ്യന്റെ പദങ്ങൾ തുടങ്ങുന്നത് ഞാൻ സങ്കടം പറയുന്നത് ഒരു മനുഷ്യനോടാണ്.
എന്റെ ക്ഷമയറ്റുപോകാതിരിക്കുന്ന പറയാൻ എന്റെ ക്ഷമയുടെ നെല്ലിപ്പലകയിൽ ഞാൻ എത്തിയിരിക്കുക. ഇനി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. എന്താ ഇയ്യോബിന് ഇങ്ങനൊരു പ്രശ്നം? എന്താണ് ഇയ്യോബിന്റെ പ്രശ്നം? അതിന്റെ 6 മുതലുള്ള വാക്യത്തിൽ ഇയ്യോബ് പറയാണ്, ഓർക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു, എന്റെ ദേഹത്തിന് വിറയൽ പിടിക്കുന്നു. ഇയ്യോബിന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നം. 7-ാമത്തെ വാക്യത്തിൽ ഇയ്യോബ് ദൈവത്തെ സേവിക്കാത്തവരെ തന്റെ ജീവിതവുമായി ഒന്ന് കമ്പയർ ചെയ്യുകയാണ്. കമ്പയർ ചെയ്യുമ്പോൾ ഇയ്യോബ് പറയുന്നത് ദുഷ്ടന്മാർ എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നത് ദൈവത്തെ അറിയാത്തവർ ജീവിച്ചിരുന്ന് വാർദ്ധക്യം പ്രാപിക്കുന്നു. അവർക്ക് ആയുസ്സിന് ഒരു കുഴപ്പമില്ല, അവർക്ക് ബലം വർദ്ധിക്കുന്നു, അവരുടെ ആരോഗ്യത്തിന് പ്രശ്നമില്ല, അവരുടെ സന്താനം അവരോട് കൂടെ അവരുടെ മുമ്പിലും, അവരുടെ വംശം അവർ കാണുകയും ഉറച്ചു നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ പ്രശ്നങ്ങൾ അവർക്കില്ല. അവരുടെ മക്കൾക്ക് കുഴപ്പമില്ല, അവർക്ക് ആരോഗ്യത്തിന് കുഴപ്പമില്ല, ആയുസ്സിന് കുഴപ്പമില്ല, തലമുറകൾക്ക് കുഴപ്പമില്ല. എന്നിട്ട് അവരുടെ വീടുകൾ ഭയം കൂടാതെ സുഖമായിരിക്കുന്നു. വീട്ടിനകത്ത് ഒരു അസ്വസ്ഥതയുമില്ല. ദൈവത്തിന്റെ ശിക്ഷ എന്ന് പറയുന്ന ഒരു പരിപാടി അവർക്ക് അറിഞ്ഞേകൂടാ. ഇനിയും അവരുടെ കാള ഇണ ചേരുന്നു, നിഷ്ഫലമാകുന്നില്ല. അവരുടെ പശു കിടാവിടുന്നു, കരു അഴിയുന്നതുമില്ല. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ് ഇയ്യോബ് അവിടെ അവതരിപ്പിക്കുന്നത്. അവർക്ക് ഫിനാൻഷ്യലി പ്രശ്നമില്ല, ഫാമിലി ഇഷ്യൂസ് ഇല്ല, ഫിസിക്കൽ പ്രോബ്ലംസ് ഇല്ല, മെന്റൽ പ്രോബ്ലംസ് ഇല്ല. ഇനിയും അവരുടെ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമില്ല. പിന്നെന്തോ വേണം? ഒരു മനുഷ്യന് ഇത്രയൊക്കെ ഓക്കെ ആണെങ്കിൽ എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഞാൻ പറയാം, ദൈവത്തെ പോലും വേണ്ട. ഇത്രയൊക്കെ ഓക്കെയാൽ സാമ്പത്തികമുണ്ട്, വീട്ടിനകത്ത് സ്വസ്ഥതയുണ്ട്, ആരോഗ്യമുണ്ട്, മക്കൾക്ക് കുഴപ്പമില്ല, വീട്ടിനകത്ത് ഭാര്യയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ ആർക്കാ പ്രാർത്ഥന വേണ്ടിയത്? പിന്നെ ആർക്കാ ദൈവത്തെ വേണ്ടിയത്? ഇതുപോലെ ദൈവത്തെ അറിയാത്തവരുടെ ഭവനത്തിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കുകയാണ്. പക്ഷെ ഈ മനുഷ്യനോ ജീവിതത്തിൽ സാമ്പത്തിക നഷ്ടം. അവന്റെ ആടുമാടുകളെ മുഴുവൻ ശത്രു കൊണ്ടുപോയി. അവന്റെ മക്കൾ 10 പേര് മരിച്ചുപോയി. അവന്റെ ശരീരം ഉച്ച തൊട്ട് ഉള്ളംകാൽ വരെ പരിക്കളാൽ ബാധിച്ച് രോഗിയായി തീർന്നു. മെന്റലി അവൻ തകർന്നു. കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ വല്ലാത്ത പ്രശ്നങ്ങളുടെ നടുവിൽ ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ സങ്കടം ബോധിപ്പിക്കുന്നത് മനുഷ്യരോടാണ്. എന്തുകൊണ്ടാ ദൈവമേ ദുഷ്ടന്മാർക്കൊരു കുഴപ്പമില്ല, എനിക്ക് മാത്രം ഇങ്ങനെ? ഇങ്ങനെ ദൈവത്തോട് ചോദിക്കാൻ റൈറ്റ് ഉണ്ടോ? ഇങ്ങനെ ചോദിക്കാൻ റൈറ്റ് ഉണ്ടോ? വേദപുസ്തകം എന്താ പറയുന്നതിനെ കുറിച്ച്? ദൈവത്തോട് ഇങ്ങനെ ഭക്തന്മാർ ചോദിക്കുന്നതിന് അടിസ്ഥാനമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ, ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവം മനുഷ്യനോട് പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ ആകുന്ന ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും അനുസരിച്ചു നടന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ നിനക്ക് സിദ്ധിക്കും. ശ്രദ്ധിക്കണേ, നീ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതെ ഉന്നതനാകും. അപ്പോ
ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ദൈവം പറയാണ്, ദൈവത്തിന്റെ വാക്ക് കേട്ട് ഒരു ഭക്തനായി ദൈവവേദനായിട്ടിരുന്നാൽ അവന് യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. അവൻ ഭൂമിയിലുള്ള സകല മനുഷ്യരെക്കാളും ഉന്നതമായ നിലവാരമായിരിക്കും. താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? താഴോട്ട് വായിക്കുമ്പോൾ പറയാം, നിന്റെ ദൈവമായ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ആടുകളുടെ പേറും മൃഗങ്ങളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ മാവ് കുഴയ്ക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുട്ട അനുഗ്രഹിക്കപ്പെടും. നിന്റെ നേരെ ശത്രു ഒരു വഴിയായി വരും, 7 വഴിയായി പിരിഞ്ഞു. അപ്പൊ ദൈവത്തെ സേവിച്ചാൽ എന്തോ ഉണ്ടാവും? ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. എല്ലാ ദൈവത്തിന്റെ വാക്ക് കേട്ട് വിശ്വസ്തയോടെ ജീവിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാകുകയല്ല. എല്ലാം നന്നായിരിക്കുമെന്ന് സർവശക്തനായ ദൈവം തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്ത് പറഞ്ഞേക്കുക. ഒരു ദൈവവേദനായി നീ ജീവിക്കുന്നിടത്തോളം കാലം, ദൈവവചനം കേട്ടനുസരിച്ച് ജീവിക്കുന്നിടത്തോളം കാലം നിനക്ക് ഉന്നതമായ നിലവാരം ഉണ്ടാകും. നീ പുറത്തു പോയാലും അകത്തു വന്നാലും അനുഗ്രഹിക്കപ്പെടും. നീ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഭൗതിക മേഖല അനുഗ്രഹിക്കപ്പെടും. ഇനിയും ദൈവത്തെ സേവിച്ചില്ലെങ്കിലോ അതിന്റെ 14 മുതൽ താഴോട്ടുള്ള വാക്യം നിങ്ങൾ വീട്ടിൽ വായിച്ചാൽ മതി. ദുഷ്ടത കാണിച്ചാൽ ദൈവത്തെ അനുസരിക്കാത്തവർക്ക് എന്തോ ഉണ്ടാകും? അവർക്ക് ശിക്ഷാവിധിക്കൊട്ടും ഒരു കുറവും ഉണ്ടാകുകയില്ല. അവർക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതും പറഞ്ഞത് ദൈവ. പക്ഷേ ജീവിതത്തിന്റെ അനുഭവം പരിശോധിച്ചാൽ ദൈവം പറഞ്ഞതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ദൈവമക്കൾക്ക് സംഭവിക്കുന്നത്. ദുഷ്ടന്മാർക്ക് പ്രശ്നവും ദൈവത്തെ അറിയാത്തവർക്ക് പ്രശ്നവും ദൈവത്തെ അറിയുന്നവർക്ക് അനുഗ്രഹവും എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ അനുഭവിക്കുന്നത് എന്താ? ദൈവത്തെ പരമാർത്ഥത്തോടെ സേവിച്ചവർക്കെല്ലാം പ്രശ്നവും ദൈവത്തെ അനുസരിക്കാത്തവർക്ക് എങ്ങനെയാലും ജീവിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല. ഇതെങ്ങനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നേ? പരിശുദ്ധാത്മാവ് എഴുതി വെച്ച വചനം, ദൈവം അരുളി ചെയ്ത വചനം, മാറ്റമില്ലാത്ത വചനം, ഭോഷ്ക് പറയാത്ത ദൈവത്തിന്റെ വാക്തത്വമായി നിൽക്കെ ദൈവത്തിന്റെ വാക്തത്വത്തിനു വിരോധമായി ദൈവം പറഞ്ഞതനുസരിച്ചു നടക്കുന്ന ദൈവ പൈതലിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോ അവൻ ദൈവത്തോട് ചോദിക്കില്ലേ? അതുകൊണ്ടാണ് ഇയ്യോബ് ചോദിച്ചത്, ദൈവമേ എന്റെ ക്ഷമ അറ്റുപോകാതിരിക്കുന്നത് എങ്ങനാ? ഞാൻ നിങ്ങൾ ചോദിക്കാതിരിക്കുന്നത് എങ്ങനാ? നീ പറഞ്ഞതനുസരിച്ചല്ലല്ലോ കാര്യങ്ങൾ. ദൈവം അവനോട് സംസാരിക്കുന്നുണ്ടോ? ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു ചിന്തയുണ്ട്. ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്നു ഭവിച്ച പ്രതിസന്ധി കേവലം ഒരു രോഗമായി മാത്രം നമ്മൾ ചിന്തിച്ചു പോകരുത്. ഒരു കേവല രോഗം മാത്രമല്ല. ഇയ്യോബിന്റെ പ്രതിസന്ധി, ഈ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് ഇയ്യോബ് ചോദിക്കാൻ ഒരു കാരണം, ഇയ്യോബ് അനുഭവിച്ച പ്രതിസന്ധിയുടെ ആഴം ഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാൻ പറ്റൂ. എന്താ ഇയ്യോബ് അനുഭവിച്ച പ്രതിസന്ധി? നമ്മളതൊന്ന് കാണാൻ പോകുക. 29-ാമത്തെ അധ്യായം, ഇയ്യോബിന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കണം. ഇയ്യോബിന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം 1 മുതലുള്ള വേദഭാഗം. ഇയ്യോബ് പിന്നെയും സുഭാഷിതം ചൊല്ലിയത് എന്തെന്നാൽ, അയ്യോ പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തുപോന്ന നാടുകളെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്കുമീതെ പ്രകാശിച്ചു. അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടെ നടന്നു. എന്റെ കൂടാരത്തിൽ ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോട് കൂടെ വസിക്കുകയും ചെയ്ത നാളുകളിൽ. ശ്രദ്ധിക്കണേ, യോബ് പറയുന്ന, സുഭാഷിതം ചൊല്ലി പറയുന്ന ഒരു പദം,
താഴോട്ട് നമ്മൾ വായിക്കും. 1, 2, 3 വാക്യങ്ങളിൽ ഇയ്യോബ് പറയുന്ന ചിന്ത ഒന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ് നമ്മൾ. ഇയ്യോബിന്റെ പ്രശ്നം എന്താ? ഇയ്യോബ് ആരായിരുന്നു എന്ന് നമ്മൾ പഠിക്കുക. ഇയ്യോബ് പറയുകയാണ്, അയ്യോ, പണ്ടത്തെ മാസങ്ങളിൽ എന്ന പോലെ, ദൈവം എന്നെ കാത്തുപോയ നാളുകളിൽ എന്ന പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ നിശ്ചയമായും അനുഭവിച്ചിരുന്ന മനുഷ്യനാണ് ഇയ്യോബ്. അത് ഇയ്യോബിന്റെ തിരിച്ചറിവുണ്ടായിരുന്നു. ഇനി ഇയ്യോബ് പറയുകയാണ്, ദൈവം എന്നെ പ്രൊട്ടക്ട് ചെയ്തിരുന്ന നാളിൽ എന്തായിരുന്നു? അവന്റെ വെളിച്ചത്തിൽ ഞാൻ ഇരുട്ടിൽ കൂടെ നടന്നു, അവന്റെ ദീപം എന്റെ തലയ്ക്കുമീതെ പ്രകാശിച്ചു. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഇയ്യോബ് വ്യക്തമാക്കുക. എങ്ങനെയാ ഇയ്യോബ് അത് അനുഭവിച്ചത്? താഴോട്ടുള്ള വാക്യത്തിൽ വായിക്കുകയാണ്, സർവശക്തൻ എന്റെ കൂടാരത്തിൽ ദൈവത്തിന്റെ സഖ്യത ഉണ്ടാകുകയും സർവശക്തൻ എന്നോട് കൂടെ പാർക്കുകയും വസിക്കുകയും ചെയ്തിരുന്ന നാളുകൾ. എന്താ ഈ പറയുന്നേ? നിങ്ങൾ ആ പദം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. എന്റെ കൂടാരത്തിൽ ദൈവത്തിന്റെ സഖ്യത, സർവശക്തൻ എന്നോട് കൂടെ വസിക്കുന്നു. ദൈവമക്കളെ, നമ്മളൊക്കെ ദൈവമക്കളാണ്. സാധാരണ എല്ലാ ആഴ്ചകളിലും സഭായോഗത്തിന് പോകുമ്പോ ദൈവത്തെ ആരാധിച്ചു മടങ്ങിപ്പോരും. എന്നാൽ അങ്ങനെ ദൈവത്തെ ആരാധിച്ചു മടങ്ങിപ്പോരുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാഴ്ചയിൽ നമ്മൾ ചെയ്തു വരുന്നതിനും അനുഭവിച്ചു വരുന്നതിനും വിരോധമായി അല്പം അധികമായ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടാൽ നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആകും. നന്നായി ദൈവത്തെ ആരാധിക്കുകയും ഭയങ്കര ഹാപ്പി ആകുകയും ചെയ്യും. എന്നിട്ട് പറയും, ഓ, ഇന്ന് ഭയങ്കര ദൈവ സാന്നിധ്യമായിരുന്നു, ഇന്നത്തെ ആരാധന ഭയങ്കര ദൈവ സാന്നിധ്യമായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം ഭയങ്കരമായി നമ്മൾ ദൈവത്തെ ആരാധിച്ചു. നമ്മൾ ഭയങ്കര ഒത്തിരി അങ്ങ് സന്തോഷിക്കും. എന്താ കാര്യം? കുറെ ആഴ്ചകൾക്ക് നമുക്ക് അനുഭവിക്കാൻ കഴിയാതിരുന്നതിനേക്കാൾ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ ആഴ്ചകളായി അനുഭവിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചു. എത്ര സമയം അനുഭവിച്ചു? സാധാരണ നിലയിൽ പാട്ട് പാടി ആരാധിക്കുമ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ ഒരു 5-10 മിനിറ്റ് കൂടുതൽ നമ്മൾ അന്യഭാഷ പറഞ്ഞു ദൈവത്തെ ആരാധിച്ചു. അന്നത്തെ പാട്ടിൽ ഒരു പ്രത്യേക ചലനം ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഭയങ്കര ദൈവസാന്നിധ്യമായിരുന്നു. ഭയങ്കര ദൈവസാന്നിധ്യമായിരുന്നു. എത്ര മിനിറ്റാ? 10 മിനിറ്റ്. പക്ഷെ ഇയ്യോബോ, ഒരു മനുഷ്യൻ കൂടെ പാർക്കുന്നത് പോലെ തന്റെ വീട്ടിൽ ദൈവം വസിക്കുന്നത്, ഭാര്യ ഭർത്താവുമായി ഒരുമിച്ച് പാർക്കുന്നത് പോലെ, ഭർത്താവ് ഭാര്യയുമായി ഒരുമിച്ച് പാർക്കുന്നത് പോലെ, ഒരു വീട്ടിൽ അപ്പനും അമ്മയും മക്കളും പാർക്കുന്നത് പോലെ ഇയ്യോബിന്റെ കൂടാരത്തിനകത്ത് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരുന്നു. ദൈവം തന്നോട് കൂടെ വസിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ഞാനതിനെ ഇങ്ങനെ പറയാം, 24/7 ഈ മനുഷ്യൻ ദൈവ സാന്നിധ്യത്തിൽ. നമ്മുടെ കൂട്ട് 5 മിനിറ്റ് അല്ല. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? ഇയ്യോബ് പറയാ, എനിക്കത് ഉണ്ടായിരുന്നു. എന്റെ വീട്ടിനകത്ത് എന്റെ ഭാര്യയെ ഞാൻ കാണുന്നത് പോലെ, എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ കാണുന്നത് പോലെ, അവർ നടക്കുന്നത് പോലെ, അവർ ഇടപെടുന്നത് പോലെ ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കുടുംബത്തിനകത്ത് അനുഭവിക്കുക. എന്റെ കൂടാരത്തിനകത്ത് ദൈവത്തിന്റെ സഖ്യത വിട്ടുമാറാത്തതായിരുന്നു. എന്താണ് ആ സാന്നിധ്യം? ഇന്ന് രാത്രി ദൈവമക്കൾക്ക് എത്ര പേർക്ക് കൊതിയുണ്ട്, കർത്താവ് എന്റെ വീട്ടിനകത്ത് അങ്ങനെ ഒരു സാന്നിധ്യം ഒന്ന് ഇറങ്ങി നിൽക്കണമെന്ന്. അപ്പൊ അവന്റെ സ്പിരിച്വൽ ലെവൽ ഒന്ന് ആലോചിച്ച് നോക്കി. സ്പിരിച്വൽ ലെവൽ ഈസ് ഹൈ. ഭയങ്കര ആത്മീക നിലവാരത്തിൽ ജീവിച്ച മനുഷ്യനാണ് ഇയ്യോബ്. രണ്ടാമത്തെ താഴോട്ട് വായിക്കുമ്പോൾ
അവിടെ വായിക്കുന്നു, എന്റെ മക്കൾ എന്റെ ചുറ്റും ഇരിക്കുകയും എന്റെ ശുഭകാലത്തിൽ നിന്ന് പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. അന്ന് ഞാൻ എന്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി പാറ എനിക്ക് തൈല നദി ഒഴുക്കി തന്നു. യുവക്കളെ, എന്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകിയെന്ന്. നമ്മളൊക്കെ കഴുകിയിട്ടുണ്ടോ വെണ്ണ കൊണ്ട് കാല്? എനിക്ക് തോന്നുന്നില്ല. ഞാനിങ്ങനെ പറയാറുണ്ട്, 200 ഗ്രാമിന്റെയോ 100 ഗ്രാമിന്റെയോ ഒരു വാസലിൻ മേടിച്ചാൽ അത് തീർന്നാൽ പിന്നെയും 2 ദിവസം അതിനകത്ത് വിരലിട്ട് മാന്തും നമ്മളത്. ശരിയല്ലേ? അത് തീർന്ന് കളയേണ്ട സമയം കഴിഞ്ഞു. പിന്നെ ഒരു ദിവസം കൂടെ അതിനകത്ത് നമ്മൾ വിരലിട്ടിട്ട് ഒരു ദിവസം കൂടെ ഓടിക്കാമോ എന്ന് നോക്കുന്നവരാ. ഇവിടെ ഇയ്യോബ് വെണ്ണ കൊണ്ട് കാല് കഴുകുമായിരുന്നെന്ന്. പാറ എനിക്ക് തൈല നദി ഒഴുക്കി തന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? പുള്ളി ഡെയിലി കുളിക്കുന്നത് സുഖചികിത്സ നടത്തുന്ന പോലെയാണ്. നമ്മുടെ നാട്ടിൽ ആയുർവേദ സുഖചികിത്സയ്ക്ക് വരുന്നവരുണ്ട്. അവിടെ വന്ന് തിരുമാനൊക്കെ ആൾക്കാർ വന്നു കഴിയുമ്പോൾ ഒരു പാക്കേജാണ്. ഒരു എമൗണ്ട് പറയും, ചില നിശ്ചിത ദിവസങ്ങൾ വരെ എണ്ണയൊക്കെ തൈലമൊക്കെ ഇട്ട് തിരുമി ചികിത്സിക്കും. എന്നിട്ട് പറയും, ഇത് ഈ വർഷം കൊണ്ട് നിർത്തരുത്, മിനിമം 3 വർഷം ചെയ്യണം. അതന്നെ കാര്യം. 1 വർഷം കൊണ്ട് ചെയ്താൽ ദേഹമൊക്കെ ഇളകത്തേ ഉള്ളൂ, 3 വർഷം ചെയ്താലേ അതിന്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയല്ലോ അവിടുന്ന് ചാടി പുറപ്പെടും. കാര്യം എന്നാ? ഈ 10 ദിവസം അവിടുത്തെ പേയ്മെന്റ് കൊടുത്തപ്പോഴും നമുക്ക് ഒരു 2 മാസം UK വർക്ക് ചെയ്ത കാശും പോയി കിട്ടി. അടുത്ത വർഷം വരാമെന്ന് പറഞ്ഞ ആ മനുഷ്യൻ പിന്നെ 2 കൊല്ലത്തേക്ക് നാട്ടിലോട്ട് തിരിഞ്ഞേ നോക്കില്ല. കാര്യം നമുക്ക് അഫോർഡബിൾ അല്ല പലപ്പോഴും ആ എമൗണ്ട്. പക്ഷെ ഈ മനുഷ്യൻ നോക്കിയേ, വീട്ടിനകത്ത് എല്ലാ ദിവസവും സുഖചികിത്സ നടത്തുന്നത് പോലെ തൈലനദിയിൽ കുളിക്കുന്നു, വെണ്ണ കൊണ്ട് കാല് കഴുകുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ അവന്റെ ഫിനാൻഷ്യൽ സിസ്റ്റം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കഴിഞ്ഞിട്ടില്ല. യോബിന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് പഠിച്ചാൽ, യോബ് അവന്റെ കാലിത്തൊഴുത്തിന്റെ സ്ഥിതി നമ്മൾ പഠിക്കണം. 11,000 മൃഗസമ്പത്തുണ്ടായിരുന്ന മനുഷ്യനാണ് യോബ്. അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആദ്യത്തെ അധ്യായങ്ങളിൽ കാണാം. ശ്രദ്ധിക്കണേ, സ്റ്റാറ്റിസ്റ്റിക്സ് ആദ്യത്തെ അധ്യായത്തിൽ എഴുതിക്കുമ്പോൾ 11,000 മൃഗങ്ങൾ, അതിന്റെ കിടക്കാനുള്ള തൊഴുത്തിനെ കുറിച്ചൊരു വേദപണ്ഡിതാവ് എഴുതിയിരിക്കുന്നത് 11.25 കിലോമീറ്റർ നീളമാണ് ഇയ്യോബിന്റെ തൊഴുത്തിനെന്ന്. മീറ്റർ അല്ല, കിലോമീറ്റർ. 11.25 കിലോമീറ്റർ നീളം തന്റെ തൊഴുത്തിന്. അപ്പൊ മൃഗസമ്പത്ത് എത്രയാന്ന് മനസ്സിലായില്ലേ? നമ്മൾ 1200 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടും പണിതിട്ട് 30 വർഷമായിട്ട് ലോൺ അടയ്ക്കുക. ഇവിടെ 11.25 കിലോമീറ്റർ വീട്ടിലെ മൃഗത്തിന്റെ തൊഴുത്ത് തന്നെ ഈ മനുഷ്യരുണ്ട്. അപ്പൊ ഇവന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോ ആത്മീയത്തെ കുറിച്ച് ഒന്നുകൂടെ പറയണം. ദൈവം ഇവനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. അവൻ നല്ല ആത്മീകനാണ്, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടവൻ, അകലുന്നവൻ എന്നൊക്കെ പറഞ്ഞ് ദൈവം പറയുക. നമ്മളെ കുറിച്ച് ദൈവം പറയോ? ആർക്കറിയാം? ചിന്തിക്കുന്നില്ല. ഇനി കൂട്ടുകാർ ഇവനെ കുറിച്ച് പറയുന്നു, വെറുതെയോ നീ ഭക്തനായിരിക്കുന്നത്? പിശാച് ഇവനെ കുറിച്ച് പറയുന്നു. ലോകത്തിൽ ഒരു മനുഷ്യനെ കുറിച്ചും പിശാച് നേര് പറയുകയല്ല. പിശാച് ഭോഷ്ക് പറയുന്നവനും അവന്റെ അപ്പനുമാണെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഇനി മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ചെറിയ കളങ്കം ഇരുന്നാൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് അവന്റെ ജീവിതത്തിന്റെ തെറ്റുകളെ മാത്രം പറയുന്നവനാ പിശാച്. സക്കറിയ പ്രവചന പുസ്തകം പഠിക്കുമ്പോൾ അന്നത്തെ പുരോഹിതനായ യോശുവയുടെ വസ്ത്രത്തിൽ ഒരു ചെറിയ ചെളി, യോശുവ തെറ്റ് ചെയ്തിട്ടല്ല, യോശുവയുടെ വസ്ത്രത്തിൽ ഒരു ചെറിയ ചെളി ഇരിക്കുമ്പോൾ പിശാച് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ദൈവസന്നിധി ക്ലെയിം ചെയ്യുക, യോശുവയിൽ അശുദ്ധി ഉണ്ടെന്ന്. ദൈവം പറയാ, വസ്ത്രം അങ്ങ് മാറ്റിയേക്ക്, ഞാൻ അവനെ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയ. അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധനായ അന്നത്തെ പുരോഹിതനെ പോലും കുറ്റം വിധിക്കാൻ അവസരം കണ്ടെത്തിയ അപവാദിയായ പിശാച് ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞത്, വെറുതെയാണോ അവൻ ഭക്തനായിരിക്കുന്നത്? വെറുതെയാണോ അവൻ ദൈവത്തെ സേവിക്കുന്നത്? അവന് ദൈവമെതിരായി ജീവിക്കുന്നത് വെറുതെയാണോ? പിശാച് പോലും
യോബിനെ കുറിച്ച് പറഞ്ഞത് നല്ല ആത്മീയൻ. ദൈവം പറഞ്ഞു, സ്നേഹിതൻ പറഞ്ഞു, പിശാചു പറഞ്ഞു, ഇനി ഭാര്യ പറഞ്ഞു. നീ നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരുന്നിട്ട് എന്നാ കാര്യം? ദൈവമക്കളെ, ബാക്കിയെല്ലാം ഒഴിവാക്കി ഭാര്യ നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയുന്നതാണ് കറക്റ്റ്. സ്തോത്രം. അത് പറയാൻ പറ്റിയാൽ രക്ഷപ്പെട്ടു. രഹസ്യത്തിൽ കർത്താവിന്റെ ഒരു സ്വഭാവമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചത്, നിങ്ങൾ എന്നെ ആരെന്ന് പറയും? സ്തോത്രം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അച്ചായന്മാര് അമ്മാമ്മമാരോടും അമ്മാമ്മ അച്ചായന്മാരോടും ചോദിക്കും, എടി കുഞ്ഞേ, അല്ലെങ്കിൽ എന്റെ അച്ചായ, ഞാൻ ആളെങ്ങനുണ്ട് എന്നൊന്ന് ചോദിക്കുന്നത് നല്ലതാണ്. സ്തോത്രം. ദയവായിട്ട് അടുത്ത ആഴ്ച സഭായം മുടക്കരുത് ചോദിച്ചിട്ട്. ഇയ്യോബിനെ കുറിച്ച് ഭാര്യ പറയാ, നീ ഒരു ഭക്തനായിട്ടിരിക്കുന്ന. അതിന്റെ അർത്ഥം എന്നാ? ഒരു ചെറിയ തെറ്റ് പോലും അവന്റെ ഭക്തിയിൽ ആ ഭാര്യ കണ്ടെത്തിയില്ലെന്നുള്ളതാണ്. ഭാര്യയിൽ നിന്ന് സാക്ഷ്യം, സ്നേഹിതരിൽ നിന്ന് സാക്ഷ്യം, ദൈവത്തിൽ നിന്ന് സാക്ഷ്യം, അവന്റെ തന്നെ സാക്ഷ്യം, പിശാചിൽ നിന്ന് സാക്ഷ്യം. ഇങ്ങനെ നല്ല ആത്മീക നിലവാരവും വെണ്ണ കൊണ്ട് കാലുകഴുകി തൈല നദിയിൽ കുളിക്കുന്ന 11.25 കിലോമീറ്റർ നീളത്തിൽ മൃഗസമ്പത്തിനെ സൂക്ഷിക്കാൻ കാലിത്തൊഴുത്ത് ഉള്ള നല്ല ഭൗമിക സെറ്റപ്പുള്ള നല്ല ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ള ഈ മനുഷ്യൻ. അപ്പോൾ അവന്റെ സ്പിരിച്വൽ സ്റ്റാറ്റസും ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ഹൈ ആയിരുന്നു. ഇനി താഴോട്ട് വായിക്കുമ്പോൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പുറപ്പെട്ട് പട്ടണത്തിൽ ചെന്ന് പടിവാതിക്കൽ ചെന്ന് വിശാല സ്ഥലത്ത് ഇരുന്നാൽ, എന്റെ ഇരിപ്പിടം വെച്ചാൽ ഈ യൗവനക്കാർ എന്നെ കണ്ട് ഓടി ഒളിക്കും. താഴോട്ട് വായിക്കുക, 8ാമത്തെ വാക്യത്തിൽ വായിക്കുന്നേ എന്ന് പറഞ്ഞാൽ, ഇയ്യോബ് അപ്പച്ചൻ ജംഗ്ഷനിലോട്ട് ഇറങ്ങി ചെന്നാൽ, അപ്പച്ചനല്ല, പുള്ളി ഒരു മധ്യവയസ്കരാണ്. പുള്ളി ജംഗ്ഷനിലോട്ട് ചെന്നാൽ ചെറുപ്പക്കാരൊക്കെ ദേ ഇയ്യോച്ചാൻ വരുന്നുണ്ടേ, ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, സംഗതി വഷളാകും, വിട്ടേക്കാം. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഈ യൗവനക്കാർ അവനെ കണ്ടിട്ട് ഓടി ഒളിക്കുമെന്ന്. ഈ ഇയ്യോബ് എന്ന് പറയുന്ന ഭക്തൻ ജംഗ്ഷനിലേക്ക്, റോഡിലേക്ക് ഇറങ്ങിയ പിന്നെ യൗവനക്കാരൊന്നും നിൽക്കുകയില്ല. പ്രായമുള്ളവരോ വൃദ്ധന്മാരോ അവർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കും. അതൊരു ചെറിയ കാര്യമല്ല. സാധാരണ നിലയിൽ പ്രായമുള്ളവരെ പ്രായം കുറഞ്ഞവരാണ് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നത്. ഇവിടെ നേരെ തിരിച്ച വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കുന്നതാണ് ഇയ്യോബിനെ കാണുമ്പോൾ. അതിന്റെ അർത്ഥം എന്നാ? അത്രയ്ക്ക് റെസ്പെക്ട്ഫുള്ളായി ജീവിക്കുന്ന, സോഷ്യലി റെസ്പെക്ട് ലഭിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. ഇനിയും അവിടുത്തെ വാക്യത്തിൽ പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായ്പൊത്തും, ശ്രേഷ്ഠന്മാരുടെ ശബ്ദം അടങ്ങും. അതിന്റെ അർത്ഥം എന്നാ? ഇയ്യോബ് ജംഗ്ഷനിലെത്തിയാൽ VVIPകളും മിണ്ടുകല, VIP-കളും മിണ്ടുകല. പ്രഭുക്കന്മാരും ശ്രേഷ്ഠന്മാരും മിണ്ടാതെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ ഇവൻ സമൂഹത്തിൽ ഒരു സർവസമ്മതനാണ്. അവന്റെ സോഷ്യൽ സ്റ്റാറ്റസ് ഭയങ്കര ഹൈയാ. അപ്പോൾ സ്പിരിച്വൽ സ്റ്റാറ്റസ് ഹൈ, ഇനിയും ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഹൈ, then social status is high. എല്ലാ മേഖലകളിലും ഉന്നതനായ ഈ മനുഷ്യൻ ഇപ്പോഴെന്താ അവന്റെ സ്ഥിതി? 10 മക്കളും മരിച്ചു, സമ്പത്തെല്ലാം ശത്രു പിടിച്ചോണ്ട് പോയി. ഇവനൊരു രോഗം വന്നു. രോഗത്തെ കുറിച്ച് നിങ്ങൾ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുള്ളത്, ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ പരിക്കളാൽ ബാധിച്ച ഒരു ഓട്ടുകഷ്ണം കൊണ്ട് ഇവൻ ചുരണ്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ കാഠിന്യം അല്പം കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചേ, അതിന്റെ 7-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, എന്റെ ദേഹം പുഴുവും മൺകട്ടയും ഉടുത്തിരിക്കുന്നു, എന്റെ ത്വക്കിൽ പുൺവായ്ക്കൾ അടഞ്ഞ് വീണ്ടും അഴുത്തുപൊട്ടുന്നു. തന്റെ ശരീരത്തിൽ
പുഴുവും മൺകട്ടയും ഉടുത്തിരിക്കുന്നെന്ന് എന്ന് പറഞ്ഞാൽ പുഴുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. എന്നിട്ട് ശരീരത്തിന്റെ ത്വക്കിൽ ആ പുൺവായ്ക്കൾ അടഞ്ഞ് പഴുത്തു പൊട്ടുക. അങ്ങനെ പഴുത്തു പൊട്ടുമ്പോ എന്നാ സംഭവിക്കുന്നത്? 30-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ചെയ്യുന്നു, രാത്രി എന്റെ അസ്ഥികളെ തുളച്ചെടുത്ത് കളയുന്നു, എന്നെ കടിച്ചു കാരുന്നവർ ഉറങ്ങുന്നില്ല, ഉഗ്രബലത്താൽ എന്റെ വസ്ത്രം വിരൂപമായി തീർന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ പുൺവായ്ക്കൾ അടഞ്ഞു പൊട്ടിയിട്ട്, പുഴുക്കൾ ശരീരത്തെ വല്ലാതെ കാർന്ന പുൺവായ്ക്കൾ പഴുത്തു പൊട്ടിയിട്ട് അതിനകത്തു നിന്ന് വരുന്ന പസും ബ്ലഡും കൂടെ വസ്ത്രത്തെ പിടിച്ചിട്ട് വസ്ത്രം അങ്ങ് സ്റ്റിഫായി, ഉഗ്രബലത്താൽ എന്റെ വസ്ത്രം വിരൂപമായിരിക്കുന്നതായിരിക്കും. അപ്പം വസ്ത്രം മുഴുവൻ തന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന പസ് പറ്റി അതങ്ങ് സ്റ്റിഫായിട്ട് ഒരു പ്രത്യേക നിലയിലെത്തി. എന്നിട്ടോ ഈ പുഴുക്കൾ ഇങ്ങനെ തന്റെ ശരീരത്തിൽ ഇഴഞ്ഞു നടക്കുക. ആ ഇഴഞ്ഞു നടക്കുമ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, എങ്ങനെയും ഒന്ന് രാത്രിയായാൽ കൊള്ളായിരുന്നു, ഇത്തിരി കിടന്നുറങ്ങാം. അങ്ങനെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് ഈ മനുഷ്യന് ആശ്വാസം, കിടക്കുമ്പോൾ ഇത്രയും ആശ്വാസം വരുമെന്ന് വിചാരിക്കുമ്പോഴാണ് 30-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം എഴുതിയിരിക്കുന്നത്. ഈ രാത്രി എന്റെ അസ്ഥികളെ തുളച്ചെടുത്ത് കളയുന്നു, എന്നെ കടിച്ചു കാരുന്നവർ ഉറങ്ങുന്നില്ല. എന്ന് പറഞ്ഞാൽ പുഴുക്കൾ ഈ മനുഷ്യന്റെ ശരീരത്തിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുക. ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ പുഴു കടിച്ചു കുടയുക. എന്നിട്ട് അതിന്റെ വേദന സഹിക്കാൻ പറ്റുന്നില്ല. രാത്രി എങ്ങനെയും ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നൊരു ചിന്ത ഇവനുണ്ട്. അതിന്റെ കാരണം 7-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, എന്റെ കട്ടിൽ എന്നെ ആശ്വസിപ്പിക്കും, എന്റെ മെത്ത എന്നെ വ്യസനം ശമിപ്പിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആഗ്രഹമുണ്ട്, എങ്ങനെയും ഒന്ന് രാത്രിയായാൽ മതി, ഇത്രയും നേരം കിടന്നാൽ ഇതൊരു ആശ്വാസം പറ്റുന്നുണ്ട്. പകല് മുഴുവൻ ഈ പുഴു കടിക്കുന്നതിന്റെ വേദനയും അസ്വസ്ഥതയും, ഇത് കിടന്നുറങ്ങിയാൽ ആശ്വാസം വരുമെന്ന് ചിന്തിക്കുമ്പോൾ രാത്രി കിടക്കാൻ തുടങ്ങുമ്പോൾ രാത്രിയിൽ പുഴുക്കൾ കടിച്ചു കാരുന്നവർ ഉറങ്ങുന്നില്ല. പുഴു രാത്രി കടിച്ചു വലിക്കുക. അതുകൊണ്ട് ആ മനുഷ്യൻ പറയുകയാണ് 7:4, കിടക്കുന്നേരം ഞാൻ എപ്പോൾ എഴുന്നേൽക്കുമെന്ന് പറയുന്നു, രാത്രിയോ ദീർഘിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പകല് പറയുന്നത് എങ്ങനെയും ഒന്ന് സന്ധ്യയായാൽ മതി, കിടന്നാൽ ഒരു ആശ്വാസം വരും. അങ്ങനെ സന്ധ്യയായി കിടന്നുണ്ടെ പറയാം, കർത്താവേ നേരം വെളുക്കുന്നില്ലല്ലോ, നേരം വെളുക്കുന്നില്ലോ, എന്തൊരു നീളം ആ രാത്രിക്ക്. അതിന്റെ അർത്ഥം എന്നാ? രാത്രി മുഴുവൻ പുഴുക്കൾ കടിച്ചു വലിക്കുക. അപ്പോൾ തന്റെ ശരീരത്തിൽ നിന്ന് താന്റെ ആ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനയുടെ കാഠിന്യം ചെറുതല്ല. വല്ലാത്ത തകർച്ച തന്റെ ശരീരത്തിലുണ്ടായി. ഇനി രോഗിയായി കിടക്കുമ്പോൾ താൻ അനുഭവിക്കുന്ന മാനസിക പ്രതിസന്ധി ഒന്നറിയണം. 30-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവർ എന്നെ അറച്ച് അകന്നു നിൽക്കുന്നു, എന്നെ കണ്ട് തുപ്പുവാൻ അവർ ശങ്കിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ യോബിനെ കാണാൻ വരുന്ന ഒരു റൂമിനകത്തോട്ട് കയറുകയല്ല, അവർ എന്നെ അറച്ച് അകന്നു നിൽക്കുന്നു. ഇനി ആരേലും ഇവനെ ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ചാലോ, കണ്ടിട്ട് അവർ തുപ്പുവാൻ ശങ്കിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആരും ചെയ്യാത്ത പ്രവൃത്തി യോബിനെ കാണാൻ ചെല്ലുന്നവർ ചെയ്യുക. നമ്മൾ ഒരാൾ രോഗിയായി കിടക്കുന്നിടത്ത് ചെന്നാൽ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു സ്മെല്ലോ ഒക്കെ ഉണ്ടായാൽ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പുറത്തു പോയിട്ട് തുപ്പാറുണ്ട്. രോഗിയെ കാണാൻ തുപ്പാറില്ല. അതൊരു സാമാന്യ മര്യാദയുടെ ഭാഗമാണ്. പക്ഷെ യോബ് പറയാ, അവർ എന്നെ അറച്ചകന്നു നിൽക്കുന്നു, എന്നെ കണ്ട് തുപ്പുവാൻ ശങ്കിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അവൻ പുറത്തു പോയി തുപ്പാനുള്ള ക്ഷമയില്ലാതെ അവൻ കാണെ തന്നെ തുപ്പുക. മനസ്സിലാകുന്നോ? മാനസികമായ അവന്റെ തകർച്ച, നാറ്റം സഹിക്കാൻ വയ്യാതെ മനുഷ്യർ തുപ്പുന്നു. ഇനിയോ 19-ാമത്തെ അധ്യായത്തിന്റെ
14 മുതലുള്ള വാക്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണേ. 19-ാമത്തെ അധ്യായം 14 മുതലുള്ള വാക്യത്തിൽ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ ബന്ധുജനം ഒഴിഞ്ഞു മാറി, എന്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ബന്ധുക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല, സ്നേഹിതന്മാരാരും തിരിഞ്ഞു നോക്കുന്നില്ല. ഏറ്റവും അടുത്ത സ്നേഹിതന്മാര് ആശ്വസിപ്പിക്കാൻ വന്നിട്ട് 7 ദിവസം മിണ്ടിയത് പോലുമില്ല. എന്നിട്ട് പിന്നെ പറഞ്ഞത് മൊത്തം നിന്റെ കയ്യിലിരിപ്പുണ്ടാ ഇത് വന്നേണ്ട. അപ്പോ വന്നവര് 4 സഹോദരന്മാർ വന്നിട്ട് അവര് കുറ്റപ്പെടുത്തുക, ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ബന്ധുജനം ഒഴിഞ്ഞു മാറി. എന്റെ വീട്ടിൽ പാർക്കുന്നവരും എന്റെ ദാസികളും എന്നെ അന്യനായി എണ്ണുന്നു. എന്ന് പറഞ്ഞ വീട്ടിലെ വേലക്കാരികൾക്ക് ഇപ്പം ഇയ്യോബ് ഒരു സ്ട്രേഞ്ചറാ. വേലക്കാരികൾ ഇയ്യോബിനെ ട്രീറ്റ് ചെയ്യുന്ന മനോഭാവം മനസ്സിലായോ? അവന്റെ കയ്യിലെ കാശ് കൊണ്ട് ശമ്പളം മേടിച്ച് ഉപജീവനം കഴിക്കുന്ന അവിടുത്തെ വേലക്കാർ ഒരു സ്ട്രേഞ്ചറെ പോലെ, ഒരു പരിചയമില്ലാത്തവനെ പോലെയാണ് ഇയ്യോബിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇനിയോ അവർക്ക് ഞാൻ പരദേശിയായി തോന്നുന്നു, എന്റെ ദാസനെ വിളിച്ചാൽ അവൻ വിളി കേൾക്കുന്നില്ല. വേലക്കാരനെ വഴി പോയാൽ എടാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ മൈൻഡ് ചെയ്യത്തില്ലെന്ന്. വേലക്കാരനെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒന്ന് വേലയ്ക്ക് നിർത്തിയിട്ട് നമ്മൾ പറയുന്നത് കേട്ടില്ല, നമ്മുടെ അസ്വസ്ഥനായിരിക്കും. ഇവിടെ ഈ മനുഷ്യന്റെ ചെലവിൽ കഴിഞ്ഞിട്ട് വേലക്കാരനെ വിളിച്ച് വയ്യാതെ കിടക്കുന്ന അച്ചായൻ, എടാ നീ എന്നെ ഒന്ന് തിരിച്ചു കിടത്തെന്ന് പറഞ്ഞാൽ അവൻ മൈൻഡ് ചെയ്യാതെ പോകും. വേലക്കാരികൾ സ്ട്രേഞ്ചറായി ഡീൽ ചെയ്യുക. ശ്രദ്ധിക്കണേ ആ മനുഷ്യന്റെ മാനസിക ബുദ്ധിമുട്ട്. ഇന്നലകളിൽ വൃദ്ധന്മാർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചിരുന്ന വിഐപികളും വായ് പൊത്തി ബഹുമാനിച്ചിരുന്ന യൗവനക്കാർ കാണുമ്പോൾ ഓടി ഒളിച്ചു ബഹുമാനിച്ചിരുന്ന ഈ മനുഷ്യനെ സ്വന്തം വീട്ടിലെ വേലക്കാര് മൈൻഡ് ചെയ്യാതായി, ബന്ധുജനം മൈൻഡ് ചെയ്യാതായി, സ്നേഹിതർ മൈൻഡ് ചെയ്യാതായി. ഇനിയും എന്താണ്? എന്റെ ശ്വാസം എന്റെ ഭാര്യയ്ക്ക് അസഹ്യവും എന്റെ യാതന ഉടപ്പിറന്നവൾക്ക് അറപ്പുമായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ രോഗത്തിലും ആരോഗ്യത്തിലും സുഖത്തിലും ദുഃഖത്തിലും കൂടെ ഇരുന്നോളാമെന്ന് പറഞ്ഞ് ഉഭയസമ്മതം കഴിച്ച് കൂടെ വന്ന ഭാര്യ പറയാ, എന്റെ പൊന്നച്ചായ ശ്വാസത്തിനകത്തുനിന്ന് അടിക്കുന്ന സ്മെല്ല് പോലും സഹിക്കാൻ പറ്റുന്നില്ല, ഒന്ന് മാറിക്കിടക്കാമോ? എന്റെ ശ്വാസം ഉടപ്പിറന്നവൾക്ക് എന്ന് പറഞ്ഞാൽ സഹോദരിമാർക്ക് ഇവന്റെ ശ്വാസത്തിന്റെ ഗന്ധമടിക്കുമ്പോ ഓക്കാനം വരുന്നു. കഴിഞ്ഞിട്ടില്ല, പിള്ളേരും എന്നെ നിരസിക്കുന്നു. എന്ന് പറഞ്ഞാൽ കൊച്ചുമക്കളുണ്ട്, മക്കളാ മരിച്ചതേ, കൊച്ചുമക്കളുണ്ട്. അവര് പറയാ ഞാൻ എഴുന്നേറ്റാൽ അവർ എന്നെ കളിയാക്കുന്നു. ഈ അപ്പച്ചൻ അവനെന്താണെങ്കിലും കിടന്നുകൂടായോ, വയ്യാതെ നിൽക്കുക, പിന്നെ ചാടി എഴുന്നേക്കുക. കൊച്ചുമക്കൾ പറയുക, യൗവനക്കാർ ബഹുമാനിച്ചിരുന്ന ഈ അപ്പച്ചനെ, ഈ മനുഷ്യനെ കൊച്ചുമക്കൾ കളിയാക്കുന്നു, വേലക്കാർ മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നു ആ മനുഷ്യന്റെ തകർച്ച? ജീവിതത്തിലെല്ലാം ഉണ്ടായിരുന്നവൻ, സാമ്പത്തികമായും ആത്മികമായും ഭൗതികമായും സാമൂഹികമായും ഒക്കെ ഉന്നത നിലവാരമുണ്ടായിരുന്നവൻ ഒന്നുമല്ലാതെ തകർന്ന് തരിപ്പണമായി. ദൈവത്തെ പരമാർത്ഥതയോടെ സേവിച്ചിട്ടും ഇങ്ങനെയുള്ള പ്രതിസന്ധി വന്നു ഭവിച്ചല്ലോ എന്നുള്ള വലിയ തകർച്ചയുടെ നടുവിലാണ് ഈ മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചത്, എന്റെ ക്ഷമയറ്റ് പോകാതിരിക്കുന്ന എങ്ങനെയാ, ഞാൻ ചോദിക്കാതിരിക്കുന്ന എങ്ങനെയാ, നിന്നെ സേവിച്ചാൽ ഓക്കെയാന്നല്ലേ പറഞ്ഞത്, എന്തുകൊണ്ടാ എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? ആ ചോദ്യങ്ങൾക്കൊന്നും ദൈവം മറുപടി പറഞ്ഞില്ല. ദൈവമക്കളെ, ഇന്ന് രാത്രി ഒരു കാര്യം അറിയണം. നമ്മളൊക്കെ കടന്നുപോയ ചില സാഹചര്യങ്ങളുടെ നടുവിൽ കർത്താവേ എന്തുകൊണ്ടാ ഇങ്ങനെ എന്ന് നമ്മൾ ചോദിക്കുമ്പോ ദൈവം നമ്മളോട് മറുപടി പറയാതിരുന്നാൽ ഇന്ന് രാത്രി ഭാരപ്പെടരുത്. ചില വിഷയങ്ങളിൽ ദൈവം മൗനമായിരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഭാരപ്പെടരുത്, ദൈവത്തെ വിട്ടുപോകരുത്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഭാരങ്ങൾ ഉണ്ടാകാം, രോഗങ്ങൾ ഉണ്ടാകാം,
കഷ്ടങ്ങൾ ഉണ്ടാകാം, ഞെരുക്കങ്ങൾ ഉണ്ടാകാം, അപവാദങ്ങൾ ഉണ്ടാകാം, അപമാനങ്ങൾ ഉണ്ടാകാം, സമൂഹത്തിൽ ഒറ്റപ്പെട്ടെന്ന് വന്നേക്കാം. എന്നാൽ ഈ രാത്രി ദൈവം നിന്നെ മറന്നു കളഞ്ഞു എന്ന് നീ ചിന്തിക്കരുത്. ദൈവം ഇവിടെ യോബിന് ഒരു മറുപടി കൊടുത്തില്ല. അടുത്ത മനുഷ്യനെ കാണിച്ചു തരാം വേഗത്തിൽ. 73-ാം സങ്കീർത്തനത്തിനകത്ത് ആസാഫ് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ ദൈവത്തോട് പറയുന്ന ഒരു ചിന്തയുണ്ട്. അവൻ ദൈവത്തെ കുറിച്ച് പറയാ, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. എങ്കിലും എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി, എന്റെ കാലുകൾ ഏകദേശം ഇടറി. എന്താ ആസാഫിന്റെ കാലിടറിയത്? എന്താ കാലടി വഴുതിപ്പോയത്? പുള്ളിക്ക് പ്രശ്നം എന്താ? ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നിയത്. ശ്രദ്ധിച്ചേ, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളോട് അസൂയ തോന്നി. അപ്പോ ഒരു മനുഷ്യനോട് അസൂയ തോന്നത്തക്ക നിലയിൽ അവർക്ക് സൗഖ്യമുണ്ട്. ഈ ആസാഫിന് സുഖമില്ല. നമുക്ക് അസൂയുണ്ടോ? ഉണ്ടാകാറുണ്ടല്ലോ. എല്ലാ മനുഷ്യരും അസൂയുണ്ട്. എപ്പോഴും അസൂയ ഉണ്ടാകാറുള്ളത്. എനിക്കൊരു മാരുതി 800 കാറുണ്ട്. നമ്മുടെ എബിച്ചാനാണെങ്കിൽ നല്ല ജാഗുറിന്റെ ഒരു കാറുണ്ട്. അപ്പൊ എബിച്ചാൻ എന്നോട് ഭയങ്കര അസൂയ. എനിക്ക് 800 മാരുതി ഉള്ളത്. അങ്ങനെയാണോ? എബിച്ചാൻ ആയിരിക്കത്തില്ല, എനിക്കായിരിക്കും അദ്ദേഹത്തോട് അസൂയ. കാര്യം എന്നേക്കാൾ ബെറ്ററായി ജീവിക്കുന്നവരോടല്ലേ എനിക്ക് അസൂയ ഉണ്ടാകുന്നത്. എന്നേക്കാൾ താഴ്ന്നുള്ളവരോട് എനിക്ക് അസൂയ ഉണ്ടാകാറില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ദുഷ്ടന്മാരോട് ആസാഫിന് അസൂയ തോന്നി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? തനിക്ക് ഭയങ്കര പ്രശ്നവും ദുഷ്ടന്മാർക്ക് ഒരു കുഴവുമില്ല. ദൈവം നല്ലവരാകുന്നു നിശ്ചയം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ താഴോട്ട് പറയുമ്പോ പറയാ, ഈ ദുഷ്ടന്മാർക്ക് ആകയാൽ ഡെമ്പോ അവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു, അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉണ്ടി നിൽക്കുന്നു. അവൻ ഈ ആസാഫ് തന്നെയും ദുഷ്ടന്മാരെയും ഒന്ന് കമ്പയർ ചെയ്തു. ദുഷ്ടന്മാരുടെ കണ്ണ് പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. അതിന്റെ അർത്ഥം എന്നാ? യോബ് ഉപവസിച്ച് കണ്ണൊക്കെ കുഴിഞ്ഞ് കിണറ് പോലെയുള്ള കണ്ണായി. താഴോട്ട് അവരുടെ ഹൃദയത്തിന് നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു, ഉന്നത ഭാവത്തോട് സംസാരിക്കുന്നു. അവർക്ക് ഒരു കുഴപ്പമില്ല, അവർക്കൊരു പ്രശ്നമില്ല. ആസാഫിനാണ് പ്രശ്നത്തിനൊട്ട് കുറവില്ല. ഈ മനുഷ്യൻ ദൈവസന്നിധിയിൽ ഓടിച്ചത് ചോദിക്കാൻ. പക്ഷെ ചോദിക്കുന്നതിന് മുൻപ് അവനൊരു കാര്യം മനസ്സിലാക്കി, ഇവർ വഴുവഴുപ്പില. എങ്കിലും അവൻ ദൈവത്തോട് ചോദ്യം ചോദിച്ചു. ദൈവം അവന് മറുപടി കൊടുത്തില്ല. ശ്രദ്ധിക്കണ ദൈവമക്കളെ, ഇയ്യോബ് ദൈവത്തോട് ചോദിച്ചു, മറുപടിയില്ല. ആസാഫ് ദൈവത്തോട് ചോദിച്ചു, മറുപടിയില്ല. ഇനി അടുത്തൊരു മനുഷ്യനെ കാണിച്ചു തരാം. ഇരമ്യാവ് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എന്തുകൊണ്ടാ ഇങ്ങനെ? അത് നമ്മൾ ഒത്തിരി വിശദീകരിക്കും. യെശയ്യാവ് ദൈവത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാ ഇങ്ങനെ? യെശയ്യാവിന് മറുപടിയില്ല. യെഹെസ്കേൽ ദൈവത്തോട് ചോദിച്ചു, മറുപടിയില്ല. യെഹെസ്കേലിന്റെ പ്രശ്നം എന്നായിരുന്നു? ഇരമ്യാവിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ യെഹെസ്കേലിനെ ഒന്ന് തൊടട്ടെ. യെഹെസ്കേലിന്റെ പ്രശ്നം എന്നായിരുന്നു? യെഹെസ്കേലിനെ കുറിച്ച് വായിക്കുന്നത്, അവൻ 1-ാമത്തെ അധ്യായം വേദപുസ്തകത്തിൽ വളരെ ശക്തമായി പഠിക്കേണ്ട ഒരു ദൂതാണ് യെഹെസ്കേൽ. പ്രവചന പുസ്തകം 1-ാമത്തെ അധ്യായം തുടങ്ങുന്നതിന് വളരെ ശ്രേഷ്ഠമായ ചിന്തയാണ്. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കെബാർ നദീതീരത്തിരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ദിവ്യ ദർശനങ്ങളെ കണ്ടു. താഴോട്ട് വായിക്കുമ്പോൾ ആ മാസം അതേ തീയതി ഞാൻ പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുകയാണ്. എന്താണ് യെഹെസ്കേലിന്റെ പ്രശ്നം? അധ്യായം തുടങ്ങുന്നത് ശ്രദ്ധിച്ചേ. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി. എന്താ പദത്തിന്റെ അർത്ഥം? എന്താണ് 30-ാം ആണ്ടിന്റെ പ്രത്യേകത? നമ്മൾ വേദപുസ്തകം പഠിച്ചാൽ ആ ഭാഗം പഠിക്കണമെങ്കിൽ, ആ വാക്യം പഠിക്കണമെങ്കിൽ കുറച്ചുകൂടെ അല്പം താഴോട്ട് നമ്മൾ ആ ഭാഗത്തെ ശ്രദ്ധിക്കണം. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്. യെഹെസ്കേൽ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ താഴോട്ട് വായിക്കുന്നു, യെഹോയാക്കീം രാജാവിന്റെ പ്രവാസത്തിന്റെ 5-ാം ആണ്ടിൽ മേൽ പറഞ്ഞ മാസം 5-ാം തീയതി തന്നെ കെബാർ നദീതീരത്ത് വെച്ച് ബൂസിയുടെ മകൻ യെഹെസ്കേൽ പുരോഹിതനുണ്ടായ
യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഈ 30-ാം ആണ്ട് എന്ന വാക്ക് പഠിക്കണമെങ്കിൽ അതിന്റെ താഴത്തെ വാക്ക് പഠിക്കണം. കൽദയദേശത്ത് കെബാർ നദീ തീരത്ത് വെച്ച് മൂസിയുടെ മകൻ യെഹസ്കേൽ പ്രവാചകൻ ഉണ്ടായ യഹോവയുടെ അരുളപ്പാടെന്നല്ല, പകരം യെഹസ്കേൽ പുരോഹിതനുണ്ടായ യഹോവയുടെ അരുളപ്പാട്. അപ്പൊ യെഹസ്കേൽ ഒരു പ്രവാചകനായിരുന്നില്ല, പകരം യെഹസ്കേൽ ഒരു പുരോഹിതനായിരുന്നു. ഇവിടെയാണ് യെഹസ്കേൽ അനുഭവിച്ച പ്രതിസന്ധി. എന്താണ്? പഴയ നിയമത്തിന്റെ ന്യായപ്രമാണ സിസ്റ്റം അനുസരിച്ച് ഒരു പുരോഹിതൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത് 30-ാമത്തെ വയസ്സിലാണ്. സ്തോത്രം. നമുക്കറിയാം, യേശു കർത്താവ് 30-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റു. യേശു യോഹന്നാന്റെ കൈകീഴിൽ സ്നാനമേറ്റപ്പോൾ യേശു ഏറ്റ സ്നാനം മാനസാന്തര സ്നാനമല്ല. കാരണം യേശുവിന് മാനസാന്തര സ്നാനത്തിന്റെ ആവശ്യമില്ല. പാപം എന്തെന്നറിയാത്ത, പാപം ചെയ്തിട്ടില്ലാത്ത, പാപം ചെയ്യാൻ കഴിയാത്ത, പാപിയല്ലാത്ത യേശു കർത്താവിന് മാനസാന്തര സ്നാനം ആവശ്യമില്ല. പിന്നെ എന്താണ് യേശു പറഞ്ഞ് ഇങ്ങനെ സകല നീതിയും നിർവഹിക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? ന്യായപ്രമാണത്തിന്റെ കീഴിൽ അയക്കപ്പെട്ടവനാണ് യേശു കർത്താവ്. ന്യായപ്രമാണം നീക്കാനല്ല, നിവർത്തിപ്പാൻ വന്നവനാണ് യേശു കർത്താവ്. ന്യായപ്രമാണം നിവർത്തിപ്പാൻ വന്ന യേശു കർത്താവ് തന്റെ ഔദ്യോഗിക ശുശ്രൂഷയുടെ ഒരു ഘട്ടമെന്ന് പറയുന്നത് മഹാപുരോഹിതൻ എന്ന നിലവാരമാണ്. യേശുവിന്റെ ഔദ്യോഗിക ശുശ്രൂഷ 3 ലെവലാണ്. ഒന്ന്, മഹാരാജാവ് എന്ന നിലയിൽ യേശു തന്റെ ഔദ്യോഗിക ശുശ്രൂഷ നിർവഹിക്കുന്നു. 2, പ്രവാചകൻ എന്ന നിലയിൽ യേശു ഔദ്യോഗിക ശുശ്രൂഷ നിർവഹിക്കുന്നു. 3, മഹാപുരോഹിതൻ എന്ന നിലയിൽ യേശു ഔദ്യോഗിക ശുശ്രൂഷ നിർവഹിക്കുന്നു. അതിന്റെ തെളിവ്, യേശു കർത്താവിന്റെ അടുക്കൽ ആട്ടിടയന്മാർ വന്നപ്പോൾ പൊന്ന്, മൂര്, കുന്തിരിക്കം 3 വസ്തുക്കൾ കൊണ്ടുവന്ന് കാഴ്ചവെച്ചു. പൊന്ന് യേശുവിന്റെ രാജത്വത്തെയും, മൂര് യേശുവിന്റെ പ്രവാചകത്വത്തെയും, കുന്തിരിക്കം യേശുവിന്റെ പൗരോഹിത്യത്തെയും പ്രതിനിധാനം ചെയ്യുകയാണ്. അപ്പൊ യേശു രാജാവാണ്, യേശു പ്രവാചകനാണ്, യേശു മഹാപുരോഹിതനാണ്. പഴയ നിയമത്തിന്റെ സിസ്റ്റം അനുസരിച്ച് ഒരു മഹാപുരോഹിതൻ ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നത് 30-ാമത്തെ വയസ്സിലാണ്. അങ്ങനെയാണെങ്കിൽ യേശു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു, മഹാപൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു എന്നതിന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് യേശു സ്നാനപ്പെട്ടത്. കാരണം യേശുവാണ് ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ആകയാൽ ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തു നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക എന്ന് എബ്രായ ലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നു. യേശു മഹാപുരോഹിതനാണ്. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കേ, പഴയ നിയമത്തിന്റെ ന്യായപ്രമാണ സിസ്റ്റം അനുസരിച്ച് 30-ാമത്തെ വയസ്സിലാണ് ഒരുവൻ ശുശ്രൂഷയിൽ, മഹാപൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുന്നത്. യെഹസ്കേലിന്റെ കാലഘട്ടം പരിശോധിച്ചാൽ ശലോമോന്റെ കാലഘട്ടം മുതൽ, ആലയം പണി മുതൽ പുരോഹിതന്മാരുടെ എണ്ണം വർദ്ധിച്ചതുകൊണ്ട് പുരോഹിതന്മാരെ കൂറുകളായി ക്രമീകരിച്ച്, ഗണങ്ങളായി ക്രമീകരിച്ച് അവർക്ക് പൗരോഹിത്യ ശുശ്രൂഷ കൽപ്പിച്ചാക്കി. ആണ്ടിൽ ഒരിക്കൽ, ആയുസ്സിൽ ഒരിക്കൽ, ഒരു പ്രാവശ്യം മാത്രമേ അന്ന് പുരോഹിതന്മാർക്ക് ശുശ്രൂഷയ്ക്ക് അവസരം കിട്ടൂ. കാരണം പുരോഹിതന്മാരുടെ എണ്ണം കൂടുതലാണ്. ആ ശുശ്രൂഷയ്ക്ക് അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. മഹാപൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന മഹാപുരോഹിതൻ തന്നെ തന്നെ വിശുദ്ധീകരിച്ച അനന്തരം അവരുടെ പാപപരിഹാരത്തിനുള്ള രക്തവും ധൂപകലശവും എടുത്ത് അതിപരിശുദ്ധ സ്ഥലത്ത് കയറി ജനത്തിന് പാപപരിഹാരം വരുത്തിയ അനന്തരം മടങ്ങി പ്രാകാരത്തിൽ വന്ന് ജനത്തെ കൈ ഉയർത്തി അനുഗ്രഹിക്കും. അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവിയാണ്. അങ്ങനെ ഒരു പദവി ലഭിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ധന്യതയാണ്. അത് ലഭിക്കുന്നു എന്നറിഞ്ഞാൽ അന്ന് മുതൽ ആ മനുഷ്യൻ ആത്തിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് സമർപ്പണത്തോടെ ദൈവത്തിന് വേണ്ടി ജീവിക്കും. എന്നിട്ട് അവന്റെ 30-ാമത്തെ വയസ്സിൽ ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. ഇതാണ് ന്യായപ്രമാണ സിസ്റ്റം. അങ്ങനെ യെഹസ്കേൽ മഹാപുരോഹിതനായി ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കേണ്ട 30-ാമത്തെ വയസ്സിൽ, ഏകദേശം പറയുക 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ പ്രവാസികളുടെ ഇടയിൽ കെബാർ നദീ തീരത്തിരിക്കുക.
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ഈ മനുഷ്യൻ 30 വർഷമായി ജനിച്ച അന്ന് മുതൽ ഒരു തപസ്യ പോലെ ആത്മിക ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചു, ഉപവസിച്ചും പ്രാർത്ഥിച്ചും തന്നെ തന്നെ ഒരുക്കി ജീവിതത്തിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോ അവസാനം ആ ശുശ്രൂഷ തന്റെ ജീവിതത്തിൽ ലഭിക്കേണ്ട സമയമായപ്പോൾ അന്നത്തെ ആലയം നശിപ്പിച്ച് ജനത്തെ പ്രവാസത്തിൽ കൊണ്ടുപോയി എന്നേക്കുമായി ആ മനുഷ്യന്റെ ജീവിതത്തിൽ ശത്രു വഴി അടച്ചു. മുന്നോട്ട് ഒരു പ്രതീക്ഷയ്ക്കും എഗസ്കേലിന് വഴിയില്ല. അങ്ങനെ എഗസ്കേലും പ്രവാസത്തിൽ, അന്യനാട്ടിൽ അടിമത്വത്തിൽ കിടക്കുക. പക്ഷെ എനിക്കിവിടെ ഒരു ദൂത് പറയാനുണ്ട്. ആ പ്രവാസത്തിൽ ഇരിക്കുമ്പോൾ എഗസ്കേൽ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കെബാർ നദീതീരത്തിരുന്നു. കെബാർ നദീതീരത്തെ പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുകയാണ്. എന്താ അതിന്റെ അർത്ഥം? കെബാർ എന്ന വാക്കിന്റെ അർത്ഥം പറ്റിയിരിക്കുക, ചേർന്നിരിക്കുക എന്നൊക്കെയാണ്. ഈ മനുഷ്യൻ എന്താ ചെയ്തത്? ജീവിതത്തിൽ 30 വർഷമായി പ്രാർത്ഥിച്ച് കൊണ്ടു നടന്ന തന്റെ വാഗ്ദത്തത്തെ പ്രാപിക്കാൻ കഴിയാതെ ശത്രു വഴി കൊട്ടിയടച്ച് എന്നേക്കുമായി തന്റെ മുമ്പിൽ ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വഴിയില്ലെന്ന നിലയിൽ ശത്രു വഴിയടച്ച് തനിക്കെതിരെ വാടകോരിയപ്പോൾ ആ മനുഷ്യൻ ദൈവത്തോട് പറ്റിയിരുന്നു. അടുത്ത വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ സ്വർഗം തുറന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാനൊരു ദൂത് ഇങ്ങനെ പറയാം. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നും വഴിയടഞ്ഞു എന്നും ഇനി മുന്നോട്ട് പോകാൻ ഒരു സാധ്യതയില്ലെന്നും ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചാൽ ഭാരപ്പെടണ്ട. ഇന്ന് രാത്രി ദൈവത്തോട് പറ്റിയിരിക്ക്. ഈ ഭൂമിയിലുള്ള നിന്റെ വഴി അടഞ്ഞാൽ ഉയരത്തിൽ നിന്ന് വഴി തുറക്കാൻ കഴിയുന്ന ഒരുവൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഉയരത്തിലുണ്ടെന്ന് ആത്മാവ് ഈ രാത്രി ദൂത് പറഞ്ഞാൽ അവൻ പറഞ്ഞതിനെ ഏറ്റെടുക്കുവാൻ ഈ രാത്രി സഭ തയ്യാറാകണം. ഇന്ന് രാത്രി ഞാൻ ഉറപ്പായി പറയുന്നു, നിന്റെ മുമ്പിൽ ശത്രു വഴി കൊട്ടിയടയ്ക്കും. പ്രാർത്ഥനയുടെ മറുപടികൾ തടയപ്പെടും. മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ വഴി അടയപ്പെടും. ഭാരപ്പെടണ്ട. ദൈവത്തോട് ചേർന്നിരിക്കുക. ആർക്കും അടയ്ക്കാൻ കഴിയാതെ തുറക്കുന്നവൻ ഉയരത്തിൽ നിനക്ക് വേണ്ടി വഴി തുറപ്പാൻ വിശ്വസ്തനാണ്. എന്നെ ഒത്തിരി സ്ട്രെങ്തൻ ചെയ്ത ഒരു ദൂതൂടെ ഞാൻ അവിടെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ മനുഷ്യന്റെ ജീവിതത്തിൽ 30 വർഷത്തെ പ്രാർത്ഥനയുടെ മറുപടിയാണ് ശത്രു തട്ടിത്തെറിപ്പിച്ചത്. എല്ലാ വഴിയും അടഞ്ഞു. ഇനി മുന്നോട്ട് പോകാൻ ഒരു സ്ഥിതിയില്ല. ഈ മനുഷ്യൻ ദൈവത്തോടെ പറ്റിയിരിക്കുക. ആരായവൻ? മൂസിയുടെ മകനായ യെഹെസ്കേൽ പുരോഹിതൻ. ഇനി അവനൊരു ശുശ്രൂഷ വേണമെങ്കിൽ ആലയം പണിയണം, അതിപരിശുദ്ധ സ്ഥലമുണ്ടാകണം, ജനം ഒരുമിച്ച് കൂടി വരണം. 70 വർഷത്തേക്ക് നടക്കുകയല്ല. 70 വർഷം കഴിയുമ്പോഴത്തേന് ഇവന് 100 വയസ്സാവും. അപ്പൊ അവന്റെ ടൈം കഴിയും. ഇനി ഒരു ചാൻസ് അവന് മുമ്പിലില്ല. ഇനി ശുശ്രൂഷയ്ക്ക് ഒരു അവസരമില്ല. എന്നേക്കുമായി വഴിയടഞ്ഞു. ഇനി ഒരു നിലയിലും ശുശ്രൂഷയ്ക്ക് അവസരമില്ലെന്ന് മനസ്സിലാക്കി അവൻ ജീവിതത്തിൽ തകർന്നു കിടക്കുന്ന ആ മനുഷ്യൻ ദൈവത്തോട് പറ്റിയിരുന്നപ്പോ ദൈവം ചെയ്തൊരു പ്രവൃത്തിയുണ്ട്. ഇന്ന് രാത്രി അതെന്നെ ഒത്തിരി സ്ട്രെങ്തൻ ചെയ്ത ദൂത. ദൈവം അവന്റെ ഡെസിഗ്നേഷൻ മാറ്റി. അവൻ പുരോഹിതനായിരുന്നു അന്ന് വരെ. അവന്റെ ഡെസിഗ്നേഷൻ മാറ്റി പ്രവാചകനാക്കി. എന്താ അതിന്റെ അർത്ഥം അറിയാമോ? പുരോഹിതന് ശുശ്രൂഷ ചെയ്യാൻ ആലയം വേണം. പുരോഹിതന് ശുശ്രൂഷ ചെയ്യാൻ പ്രാകാരവും അതിപരിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവുമുള്ള പള്ളി വേണം. പുരോഹിതന് ശുശ്രൂഷ ചെയ്യാൻ ജനം പള്ളിയിൽ വരണം. പക്ഷേ പുരോഹിതന് ശുശ്രൂഷ ചെയ്യാൻ പുൾപിറ്റ് വേണം. ഇവിടെ ദൈവത്തിന്റെ ഡെസിഗ്നേഷൻ മാറ്റിയപ്പോ പ്രവാചകന് പള്ളി വേണ്ട. പ്രവാചകൻ നിൽക്കുന്നിടം അവന്റെ ശുശ്രൂഷ മേഖലയാകുക. രക്തത്താൽ ജയം. ഇന്ന് രാത്രി ദൂത് മനസ്സിലാവുന്ന ദൈവമക്കളെ, ശത്രു വഴി കൊട്ടി അടച്ചപ്പോ ദൈവം ചെയ്ത പ്രവൃത്തി, അവൻ നിൽക്കുന്നിടം മൊത്തം അവന്റെ വഴിയാക്കി മാറ്റി. നെബൂഖദ്നേസരേ,
നിനക്ക് പള്ളി തകർത്ത്, ആലയം തകർത്ത് ശുശ്രൂഷ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അടയ്ക്കാൻ കഴിയാത്തത് അടയ്ക്കാൻ കഴിയുന്ന ഒരുവനാണ് അവനെ വിളിച്ചതെന്ന് നിനക്കറിയില്ല. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയാം, നിന്റെ മുമ്പിൽ വഴി അടഞ്ഞെന്ന് തോന്നിയ, നിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത്, നിന്റെ ഡെസിഗ്നേഷൻ ചേഞ്ച് ചെയ്ത്, നീ നിൽക്കുന്നിടം നിനക്ക് പുൾപിറ്റാക്കി മാറ്റി ശുശ്രൂഷകൾക്ക് വേദി ഒരുക്കാൻ കഴിയുന്ന കരുത്തുള്ള ഒരുവൻ ഈ രാത്രി നാം സേവിക്കുന്ന ദൈവമാണെന്ന് മറക്കരുത്. രക്തത്താൽ ജയം, ആർക്കും അടയ്ക്കാൻ കഴിയാതെ വണ്ണം തുറക്കുന്ന, ആർക്കും തുറക്കാൻ കഴിയാതെ വണ്ണം വഴി അടയ്ക്കാൻ കഴിയുന്ന സർവശക്തന്റെ കരം ഇന്ന് രാത്രി എന്നോട് ദൈവാത്മാവ് പറയുന്ന ചിലർക്കു വേണ്ടി ചലിക്കാൻ തുടങ്ങുകയാ. നിന്റെ വഴി കൊട്ടി അടയ്ക്കുന്ന ചില വ്യക്തികളെ കണ്ട് നീ ഭാരപ്പെടണ്ട. നിനക്കു വേണ്ടി അത്യുന്നതന്റെ ഒരു കരസ്പർശം ഇറങ്ങി വരാൻ തുടങ്ങുകയാ. നിനക്ക് വേണ്ടി ഒരു ദൈവിക വിടുതൽ ഈ പക ചലിക്കാൻ പോകുകയാ. ഇന്നലെ രാത്രി ഞാൻ ദൈവമക്കളെ ഓർപ്പിച്ചല്ലോ, ശക്തമായ ഒരു ദൈവിക ഡെലിവറൻസ് ഇന്ന് രാത്രി സഭയ്ക്കകത്ത് ദൈവാത്മാവ് ചെയ്യുന്നു എന്ന് പരിശുദ്ധ ഈ രാത്രി എന്നോട് ദൂത് പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് സംഭവിക്കുകയാണ്. മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ, എന്തു ചെയ്യണമെന്നറിയാതെ ഉള്ളം നീറുന്ന ചില വ്യക്തിത്വങ്ങളെ നോക്കി ദൈവാത്മാവ് ഈ രാത്രി പ്രവചിച്ചു പറയുന്നു, നീ നിൽക്കുന്ന നിൽപ്പിൽ, നീ നിൽക്കുന്ന ഇടത്ത് നിന്നെ ഉറപ്പിച്ചു നിർത്തി നിനക്കുള്ള വഴി സ്വർഗം തുറക്കാൻ പോകുകയാ. ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത, ആർക്കും അവകാശം പറയാൻ കഴിയാത്ത ഒരു ലെവലും ഒരു മാന്യതയും ഒരു ഡെസിഗ്നേഷനും നിനക്ക് വേണ്ടി തുറക്കാൻ ഇന്ന് രാത്രി ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ആത്മാവ് ആലോചന പറഞ്ഞാൽ ആമേൻ പറയാൻ എത്ര പേരുണ്ട്? ഈ രാത്രി ഒരു ഡെലിവറൻസ് ആ നിലയിൽ ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ഞാൻ ദൂരത്തിരുന്ന് വിർച്വൽ പ്ലാറ്റ്ഫോമിലാണ് ശുശ്രൂഷിക്കുന്നതെങ്കിലും ദൂത് ദൈവത്തിൻ്റെതാണ്. അവൻ ലണ്ടൻ പട്ടണത്തിൽ അവൻ ദൈവത്തെ ദൈവസഭയെ നിങ്ങൾക്ക് വേണ്ടി ആത്മാവിന്റെ ഒരു കരചലനം ഈ ഉപവാസ പ്രാർത്ഥന ഈ രാത്രിയിൽ ചലിക്കാൻ തുടങ്ങുന്നു എന്ന് പരിശുദ്ധാത്മാവ് ശക്തമായ സന്ദേശം അറിയിക്കുകയാണ്. ശ്രദ്ധിക്കണേ, ഈ മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എന്തുകൊണ്ടാ? ദൈവം മറുപടി പറഞ്ഞില്ല. നീ അടുത്ത മനുഷ്യൻ ഇരമ്യാവ്. അതുകൂടെ പറയുമ്പോ നമ്മുടെ സന്ദേശം തീരും. പെട്ടെന്ന് ഞാൻ അവതരിപ്പിച്ച് ആ സമയത്തിനുള്ളിൽ നിർത്താൻ ശ്രമിക്കാം. ശ്രദ്ധിച്ചേ, ഇരമ്യാവ് ദൈവത്തോട് പറയുകയാണ്, യഹോവേ, 12-ാമത്തെ അധ്യായത്തിൽ, ഞാൻ നിന്നോട് വായിച്ചാൽ നീ നീതിമാനായിരിക്കും, എങ്കിലും ന്യായങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ ചോദിക്കാൻ തുനിയ. നിങ്ങൾ വായിച്ചേ 12-ാമത്തെ അധ്യായം, ഇരമ്യാ പ്രവചന പുസ്തകം 12-ാമത്തെ അധ്യായം 1 മുതൽ താഴോട്ട് പറയും. യഹോവേ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും, എങ്കിലും ന്യായങ്ങളെ കുറിച്ച് നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെ നിർഭവമായിരിക്കുന്നത് എന്ത്? എന്താ അതിന്റെ അർത്ഥം? ഇരമ്യാവ് നോക്കിയാൽ ദുഷ്ടന്മാർക്ക് ഒരു കുഴപ്പമില്ല, പുള്ളിക്കോ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ ശുശ്രൂഷയ്ക്ക്. ദൈവനെ ജബർദസ്തി നടത്തി ഇറക്കിയതാ. അതുകൊണ്ട് 20-ാമത്തെ അധ്യായത്തിൽ യോബ് പറഞ്ഞത്, നീ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തു. എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. നീന്നോ ഈ പരിപാടിക്ക് എനിക്ക് താല്പര്യമില്ല. ചെറുപ്പത്തിൽ കുഞ്ഞുനാളിൽ മുതൽ, കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അവൻ വളരെ ബാല്യപ്രായത്തിൽ സുവിശേഷ വേലയ്ക്ക് വിളി കേട്ട മനുഷ്യനാണ് ഇരമ്യാവ്. അവൻ പറയാ, ഞാൻ ബാലനെ, എനിക്ക് പരിപാടി ഒന്നും അറിയത്തില്ല, എനിക്ക് താല്പര്യമില്ല. അമ്പരം പറയാം, അങ്ങനെയല്ല, നീ ബാലൻ എന്ന് പറയരുത്. ഇടിക്കുവാനും പൊളിക്കുവാനും നിർമൂലമാക്കുവാനും പണിയുവാനും ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. അവൻ പറഞ്ഞു, എനിക്കൊന്നും കഴിവില്ലല്ലോ. ദൈവം ചോദിക്കുക, നീ എന്ത് കാണുന്നു? ഞാനൊരു ജാഗ്രത കാണുന്നു, ബദാം വൃക്ഷം കാണുന്നു. ദൈവം പറയാം, ഞാൻ കരുതിക്കോളും, ഞാൻ നിനക്ക് വേണ്ടി ജാഗരിച്ചോളാം. എന്താ അതിന്റെ അർത്ഥം? ഞാൻ ബാലനാ, എനിക്ക് ശുശ്രൂഷ വേണ്ട, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പൊക്കോളാം എന്ന് പറഞ്ഞപ്പോ ദൈവം പറയാം, അങ്ങനല്ല, ഞാൻ നിന്നെ കണ്ടതിലേക്ക് അങ്ങനെ കൊണ്ടുവരും. അങ്ങനെ ദൈവം ജബർദസ്തി നടത്തി
നിർബന്ധിച്ച് സുവിശേഷ വേലയ്ക്ക് ഇറക്കിയതാ. അതുകൊണ്ട് ഈ യിരെമ്യാവ് പറഞ്ഞത്, നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോകുകയും ചെയ്യുന്നു. എന്നിട്ടോ പുള്ളിക്ക് എന്നാ അവൻ ഉണ്ടായത്? ദൈവം പറയാ, നിന്നെ ഇടിക്കാനും പൊളിക്കാനും പണിയാനും എന്നാ ദൂതല്ലേ. ദേഹത്തെ ശുശ്രൂഷയ്ക്കായി ഇറക്കി, ബലം പ്രയോഗിച്ച് ജയിച്ചിരിക്കുന്നു. ഞാൻ ഇടപെടാതെ പരിഹാസ വിഷയമായിരിക്കുന്നു. പുള്ളിയെ ശുശ്രൂഷയ്ക്കാന്ന് പറഞ്ഞ് വിളിച്ചിറക്കി, ശുശ്രൂഷയൊക്കെ കൊടുത്തു, നല്ല ഒരു പ്രവചന ദൂത് അകത്ത് കൊടുത്തു. ദൂത് അകത്ത് കിട്ടുന്ന പുള്ളി നേരെ യെരൂശലേം ദൈവാലയത്തിലേക്ക് പോവുക. യെരൂശലേം ദൈവാലയത്തിൽ പോയി അന്നത്തെ ശുശ്രൂഷകൻ പുരോഹിതൻ പശൂർ പുരോഹിതനാ. പുള്ളിയുടെ അടുക്കൽ ചെന്ന് ആലോചന പറഞ്ഞാൽ ഒരു മീറ്റിങ്ങിനോട് അവസരം കിട്ടുമെന്നാണ് പുള്ളി വിചാരിച്ചത്. യിരെമ്യാവേ ഊത് പറഞ്ഞ അങ്ങനെയാണെന്നുള്ള ഈ ശുശ്രൂഷകന്മാർക്ക് അങ്ങനെ ചിന്തയുണ്ട്. നല്ല ശുശ്രൂഷയാണ്, ഒരു മീറ്റിംഗ് കൂടെ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞങ്ങളെ പോലുള്ളവരൊക്കെ ചിന്തിക്കാറുണ്ട്. യിരെമ്യാവ് അങ്ങനെ ചിന്തിച്ചു. കിട്ടിയ ദൂതുമായി നേരെ അന്നത്തെ പാസ്റ്റർ അടുക്കൽ ചെന്നു, മഹാപുരോഹിതനായ പശൂർ പുരോഹിതന്റെ അടുക്കൽ ചെന്നുണ്ടെ പുള്ളി ആലയത്തിൽ നിന്ന് പുറത്തോട്ട് വരിക. കണ്ണപാടെ ദൂത് പറഞ്ഞു. ദൂത് കേട്ടപ്പോ ഒരു മീറ്റിംഗ് കിട്ടുമെന്ന് വിചാരിച്ചു. യിരെമ്യാവിന്റെ മുഖം അടച്ചു ഒറ്റ അടി. എന്റെ ചിന്ത പറഞ്ഞാൽ പ്രവചന ദൂതിന് അടി സ്വോത്രയാഴ്ചയായിട്ട് കിട്ടിയ മനുഷ്യന് ആദ്യത്തെ പുള്ളി യിരെമ്യാവാ. സ്തോത്രം. നിങ്ങളൊന്ന് ചിന്തിച്ചു ചോദിച്ചേ ആ മനുഷ്യന്റെ സ്ഥിതി. ഞാൻ നിങ്ങളുടെ ചർച്ചിൽ വന്നു, നല്ലൊരു ദൂതമൊക്കെ പറഞ്ഞ് പോരാ നേരം വിനോദിച്ചാൽ എനിക്ക് സ്വോത്രകാഴ്ചക്ക് 2 അടി എന്റെ ചെവുക്കലിന് തരാണെങ്കിൽ ഗ്ലോറി പറഞ്ഞ ചെയ്യാൻ പോവോ? ഹല്ലേലൂയ. യിരെമ്യാവിനെ ഒന്ന് നോക്കിയേ. യിരെമ്യാവിന് ഒറ്റ അടിയും കിട്ടിയിട്ട് ഈ മനുഷ്യൻ ദൈവസന്നിധി ചെന്ന് ചോദിക്കുക, കർത്താവേ, നീ ബലം പ്രയോഗിച്ച് ജയിച്ചിരിക്കുന്നു, നീ സമ്മതിപ്പിച്ച് നീ പറഞ്ഞിട്ടാ ഞാൻ ഇറങ്ങിയത്, ഇതാണോ നീ കരുതിക്കോളാം പറഞ്ഞേ? എന്നാ ദൂത്? ഞാൻ കരുതിക്കോളാം, ഞാൻ ജാഗരിച്ചോളാം, നീ പൊക്കോ എന്ന് പറഞ്ഞ് ഇടിക്കാനും പൊളിക്കാനും പറഞ്ഞു വിട്ടതാ. എന്നിട്ട് കരുതിക്കോളാം എന്ന് പറഞ്ഞിട്ട് അടി കിട്ടിയെന്ന മിണ്ടാതിരുന്ന് പറഞ്ഞു. ഇങ്ങനാണോ ദൈവമേ നീ ജാഗരിക്കുന്നേ? യിരെമ്യാവ് പരാതി പറയാ. യിരെമ്യാവ് പറഞ്ഞു തുടങ്ങുന്നത്, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ മൗനമായിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ അറിയോ? എനിക്ക് മുമ്പുള്ള ശക്തന്മാരൊക്കെ നിന്നോട് ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നീ മിണ്ടിയിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിന്നോട് ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്നും എനിക്കറിയാം. പക്ഷെ അടി കിട്ടിയിട്ട് ചോദിക്കാതിരിക്കാൻ പറ്റുകയില്ല. എന്തുകൊണ്ടാ ഇങ്ങനെ? യിരെമ്യാവിനോടും ദൈവം മിണ്ടിയില്ല. അടുത്ത മനുഷ്യനെ കൂടെ പറഞ്ഞ് സന്ദേശം അവസാനിപ്പിക്കുക. ഇനിയും ഹബക്കൂക്കിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. ഹബക്കൂക്കിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഹബക്കൂക്കിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം, യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. എന്താ ഹബക്കൂക്കിന്റെ പ്രശ്നം? വേറെ ഒന്നുമല്ല, യിരെമ്യാ പ്രവാചകന് ശേഷം ശുശ്രൂഷിച്ചപ്പോ സ്വോത്രകാഴ്ച കിട്ടിയ അടുത്ത ആളാണ് ഹബക്കൂക്ക്. ഞാൻ എത്രത്തോളം നിന്നോട് കരയുകയും, സാഹസം എന്ന് പറഞ്ഞാൽ കയ്യേറ്റ നിമിത്തം എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും ചെയ്യും, നീയോ രക്ഷിക്കാതെ ഇരിക്കുന്നു. അപ്പൊ ഈ ഹബക്കൂക്കും ദൈവത്തോട് എന്ന് പറയാ, ദൈവമേ, ഞാൻ നിന്റെ ശുശ്രൂഷ ചെയ്തിട്ട് എനിക്ക് അടിയല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. ദൈവം എന്നോട് മിണ്ടുന്നില്ല. ദൈവം ഹബക്കൂക്കിനോടും മിണ്ടിയില്ല. അങ്ങനെ മിണ്ടാതിരുന്നപ്പോ ഹബക്കൂക്ക് മറ്റുള്ള ഭക്തന്മാർ പോയതുപോലെ പോകാൻ തയ്യാറായില്ല. 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഹബക്കൂക്ക് ദൈവസന്നിധിയിൽ മാറാതെ അവിടെ നിൽക്കുക. ഞാൻ കൊത്തളത്തിൽ കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തു അരുളി ചെയ്യുമെന്നും എന്റെ ആവലാതി സംബന്ധിച്ച് എന്ത് ഉത്തരം പറയേണ്ടു എന്നും കാണേണ്ടതും ദൃഷ്ടിവെക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, എല്ലാവരും നിന്നോട് ചോദിച്ചിട്ട് നീ മിണ്ടിയിട്ടില്ല. മാന്യമായ അടി എല്ലാവർക്കും നീ മേടിച്ചു കൊടുത്തു. എന്തുകൊണ്ടാന്ന് ചോദിച്ചു, മിണ്ടുന്നുമില്ല. സൂക്ഷിച്ചോളാമെന്നും കരുതിക്കോളാമെന്നും ഒരു ശത്രു 7 ശത്രുക്കൾ ഒരു വഴിയായി വന്ന 7 വഴിയായി പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് വേലക്കിറങ്ങിയിട്ട് അവൻ വരുന്ന ശത്രുക്കളെല്ലാം തലക്കിട്ട് കൊണ്ടേച്ചു പോവുക. നിന്നോട് ചോദിച്ചാൽ നീ മിണ്ടത്തുമില്ല. അങ്ങനെ എല്ലാവരും വന്ന് ചോദിച്ചിട്ട് പോയിട്ടും നീ മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പോകുകയില്ല. ഹബക്കൂക്ക് പറയും, ഞാൻ പോകുകയില്ല. എന്റെ ആവലാതി സംബന്ധിച്ച്
എനിക്കൊരു ഉത്തരം കിട്ടാതെ ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പോകില്ല. അങ്ങനെ അവൻ കൊത്തളത്തിൽ കാവൽ കാത്തിരിക്കുമ്പോൾ ദൈവം അവനോട് പതിയെ സംസാരിക്കാൻ തുടങ്ങി. എന്താണ് ദൈവം സംസാരിച്ചത്? ആമേൻ. 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയാണ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതെന്നാ മറുപടിയാ? തല്ല് കിട്ടിയവൻ, വിശ്വാസം പിടിച്ചോണ്ടിരുന്നവൻ. ദൈവമേ, എന്നാ മറുപടിയാ ഇത്? ഈ മറുപടിയിൽ ഹബക്കൂക്ക് തൃപ്തനായില്ല. വിശ്വാസത്തിന് തല്ല് കിട്ടി വെച്ച് നിൽക്കുന്നവനോട് വിശ്വാസത്തിന്റെ കാര്യമെല്ലാം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 4 ദിവസമായിട്ട് പട്ടിണി കിടക്കുന്നവനോട് അവൻ നിത്യതയെ കുറിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവന് ആഹാരം മേടിച്ചു കൊടുക്കണം. രോഗം അറിഞ്ഞല്ലേ ട്രീറ്റ് ചെയ്യേണ്ടത്. ജീവിതത്തിൽ ക്യാൻസർ ബാധിച്ച വേദനയോടെ മരണത്തോട് മലടിക്കുന്നവന് പനഡോൾ കഴിച്ചിട്ട് കാര്യമുണ്ടോ? ഗൗരവം അനുസരിച്ചല്ലേ ട്രീറ്റ് ചെയ്യേണ്ടത്. ദൈവം പക്ഷെ ഇങ്ങനെ അല്ലല്ലോ ചെയ്യുന്നത്. ജീവിതത്തിൽ സാഹസ നിമിത്തം, കയ്യേറ്റ നിമിത്തം വരുന്നവരും പോകുന്നവരും ഒക്കെ പിടിച്ച് തല്ലുക, സുവിശേഷ വേല ചെയ്യുന്നത് കൊണ്ട്. എന്നിട്ട് ദൈവത്തോട് അതിന് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ദൈവം മിണ്ടുന്നുമില്ല. ഇവൻ പറയാ, നീ എന്നോട് മറുപടി പറയാൻ ഞാൻ പോകുകയല്ല നിന്റെ സന്നിധിയിൽ. അവൻ ദൈവസന്നിധി നിന്നപ്പോ ദൈവം പറയാ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നീ വിശ്വാസത്തോടെ മുന്നോട്ട് പോക്കോ, ഇതൊക്കെ സംഭവിക്കുന്നത്. ആ മറുപടി ഈ മനുഷ്യൻ തൃപ്തി വരുത്തിയില്ല. അവൻ ദൈവസന്നിധിയിൽ നിന്ന് മാറാതെ നിൽക്കുമ്പോൾ ദൈവം അവനോട് ഹൃദ്യമായി സംസാരിക്കുന്നു. എന്താണ് സംസാരിക്കുന്നത്? അതിന്റെ 20-ാമത്തെ വാക്യം, 20-ാമത്തെ വാക്യം, 2:20. എന്നാൽ യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവഭൂമിയും അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. എന്താണ് ഹബക്കൂക്കിനോട് ദൈവം പറഞ്ഞത്? ഹബക്കൂക്കേ, നീ പറഞ്ഞില്ലയോ നീ പോകുകയല്ല, മറുപടി വേണമെന്ന്? എനിക്കൊരു മറുപടി ഉണ്ട്. എന്റെ മറുപടി ഇതാ, എന്നാൽ ഞാൻ എന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ഞാൻ അലയുവാണ്, ഞാൻ ജീവിച്ചിരിക്കുന്ന ദൈവ. ഹബക്കൂക്കേ, നീ വിചാരിക്കുന്നോ നിന്റെ പ്രശ്നങ്ങളൊന്നും കാണാതിരിക്കുന്ന, അത് കാണാൻ കഴിയാത്ത ഒരാളാണ് നീ സേവിക്കുന്ന ദൈവമെന്ന് നീ ചിന്തിക്കുന്നോ? അങ്ങനല്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന ദൈവമാ. ഇന്നും ഞാൻ ജീവിച്ചിരിക്കുന്നു. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? നിന്റെ പ്രശ്നങ്ങളെ ഞാൻ കാണുന്നുണ്ടെന്ന് അതിന്റെ അർത്ഥം. സ്തോത്രം. ജീവിതത്തിന്റെ വല്ലാത്ത പ്രതിസന്ധിയുടെ നടുവിൽ ആരും സഹായിക്കാനില്ലാതെ വല്ലാതെ തകർന്ന് നിലവിളിക്കുന്ന ഈ മനുഷ്യനോട് ദൈവം പറഞ്ഞു, ദൂത് കേട്ടോ ഹബക്കൂക്കേ, നീ കരയണ്ട, ഞാനുണ്ട്, ഞാനുണ്ട്. ഞാൻ ഇല്ലാത്ത ദൈവമല്ല, ഞാൻ കേവലം ഒരു കഥയല്ല, ഞാൻ കേവലം ഒരു മിഥ്യാധാരണയല്ല. ഐ എം ഹിയർ. ഞാൻ വിശുദ്ധ മന്ദിരത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അലൈവാണ്, ഞാൻ ജീവനുള്ള ദൈവമാണ്. രാത്രി മനസ്സിലാകുന്നോ? ദൈവമക്കളെ, ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, ഞെരുക്കങ്ങളുടെ നടുവിൽ, ഭാരങ്ങളുടെ നടുവിൽ, ശൂന്യതകളുടെ നടുവിൽ, അപമാനങ്ങളുടെ നടുവിൽ, നിന്ദകളുടെ നടുവിൽ, വല്ലാത്ത തകർച്ചകളുടെ നടുവിൽ എന്റെ ദൈവം പോലും കൈവിട്ടോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന് പറയാനൊരു മറുപടിയുണ്ട്. നിന്റെ ദൈവം ജീവനുള്ള ദൈവമാ. നിന്റെ പ്രശ്നം കാണാത്ത ദൈവമല്ല, നിന്റെ വിഷയം അറിയാത്ത ദൈവമല്ല, കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, സംസാരിപ്പാൻ കഴിയാത്ത ദൈവത്തെ അല്ല നീ സേവിക്കുന്നത്. ജീവനുള്ള സർവശക്തനെയാണ് നീ സേവിക്കുന്നത്. നീ മിണ്ടാതിരുന്നോ? നീ ചോദിക്കണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഇന്ന് രാത്രി അതേ ദൂത് ദൈവമക്കളോട് പറയാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ശക്തമായ പ്രേരണ തരുന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, നിങ്ങൾ ചില വിഷയങ്ങളുടെ മുമ്പിൽ മൗനമായിരുന്നു. സ്വർഗം പ്രതിക്രിയയുമായി ഇറങ്ങി വരും. ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ
യേശു പറഞ്ഞ ശക്തമേറിയ ഒരു ചിന്തയുണ്ട്. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ തന്റെ ഒരു സ്ത്രീ അവൻ ന്യായാധിപന്റെ അടുക്കൽ വന്നിട്ട് ന്യായപാലനം ചെയ്യാൻ അവനോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. എന്നാൽ അവന് മനസ്സ് തോന്നിയില്ല. ഒടുവിൽ സ്ത്രീ അവളെ അസഹ്യപ്പെടുത്തുന്നതുകൊണ്ട് അവൻ അവൾക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി. എന്നിട്ടാണ് ദൈവപുത്രൻ യേശു കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നവരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവനെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? ശ്രദ്ധിക്കേ, ദൈവം ചില പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്നില്ലെന്ന് തോന്നിയാലും ദൈവത്തിന്റെ പ്രതിക്രിയ വെളിപ്പെടാതിരിക്കില്ല. അടുത്ത പദത്തിൽ പറയുക, വേഗത്തിൽ അവനെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൈവസഭയിലെ ദൈവമക്കളോട് പറയുന്നു, നിന്റെ വിഷയത്തിനകത്തൊരു ഇമ്മീഡിയറ്റ് ആക്ഷൻ സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടാൻ സമയമായി. ഈ രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നാളുകളായി മാറ്റിവെച്ച ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത്, നാളുകളായി കരയുന്ന ചില വിഷയങ്ങൾക്കകത്ത്, ദൈവമേ എനിക്ക് എന്ന് പറയുന്ന വിഷയങ്ങൾക്കകത്ത് ഇമ്മീഡിയറ്റ് ആക്ഷൻ ഇന്ന് രാത്രി ദൈവത്താൽ വെളിപ്പെടുകയാണ്. ഇമ്മീഡിയറ്റ് ആക്ഷൻ ഇപ്പോൾ ദൈവം എടുക്കുകയാണ്. നിനക്ക് വേണ്ടി ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ ദൈവം ചെയ്യുകയാണ്. ആർക്കും സഹായിക്കാൻ കഴിയാത്ത ചില വിഷയത്തിനകത്ത് ഇമ്മീഡിയറ്റ് ആക്ഷൻ ദൈവത്താൽ വെളിപ്പെടുന്നുവെന്ന് ആത്മാവ് ഈ രാത്രി ദൂത് പറയുകയാണ്. നിന്റെ ഭാരം മാറ്റാൻ, നിന്റെ ചോദ്യത്തിന് മറുപടിയുമായി ഈ രാത്രി സ്വർഗം ചലിക്കാൻ പോവുക. ആ പദം കേട്ടപ്പോൾ ഹബക്കൂക്ക് പറഞ്ഞ ഒരു കൺക്ലൂഷനോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളി അനുഭവം തരികയല്ല, ഒരു വൃക്ഷത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, ഗോശാലയിൽ നിലങ്ങൾ ആഹാരം വിളയിക്കില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചുപോകും, ഗോശാലയിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ഈ ഹബക്കൂക്ക് പറയുന്ന ആ പദങ്ങളെല്ലാം എടുത്ത് പഠിച്ചാൽ ആ കാലഘട്ടത്തിലെ യഹൂദന്റെ റിസോഴ്സ് ആണ് അതെല്ലാം. അവന്റെ ഫിനാൻഷ്യൽ റിസോഴ്സ് ആണ് അതെല്ലാം. ആ ഫിനാൻഷ്യൽ റിസോഴ്സ് മുഴുവൻ നഷ്ടമായാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എന്താ കൺക്ലൂഷൻ? നീ ദൈവത്തോട് ചോദിക്കേണ്ട എന്തുകൊണ്ടാ ഇങ്ങനെയെന്ന്. നിന്റെ ജീവിതത്തിന്റെ എല്ലാ നഷ്ടമാകുമ്പോഴും ദൈവത്തിനുള്ള സന്തോഷം കുറയാതെ നോക്കിയാൽ മതി. നിന്റെ ദൈവം അലൈവാണ്. ദൈവത്തിലുള്ള സന്തോഷം നഷ്ടപ്പെട്ടു പോകാതെ, ആരാധനയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകാതെ, പ്രാർത്ഥനയുടെ ഊഷ്മളത നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തോട് പറ്റിയിരിക്കാൻ തയ്യാറാക്. അസാധാരണമായ വഴി തുറന്ന് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്ത് നിന്റെ വിഷയത്തിനകത്ത് വിടുതൽ കൽപ്പിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ യോഗം അവസാനിക്കാൻ, സന്ദേശം അവസാനിക്കാനുള്ള സമയമായി. എനിക്ക് തോന്നുന്നു 2-3 മിനിറ്റ് മുന്നോട്ട് പോവുകയും ചെയ്തു. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം നടച്ചാണ്. ഈ കഴിഞ്ഞ 4 ദിവസം ഉപവാസ പ്രാർത്ഥന 11ാമത്തെ ദിവസം നമ്മൾ ദൈവസന്നിധിയിലിരിക്കുക. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നമ്മുടെ ശുദ്ധീകരണത്തിലുള്ള ദൂത് ദൈവാത്മാവ് സംസാരിച്ചു. ഇന്ന് രാത്രി നമ്മുടെ ശക്തീകരണത്തിലുള്ള ദൂത് ദൈവം സംസാരിച്ചു. ദൈവം മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്ന ദൈവമാണ്. അവൻ മുറിക്കുന്ന ദൈവം മാത്രമല്ല, മുറിവ് കെട്ടുന്ന ദൈവമാണ്. ഇന്നലകളിൽ നിങ്ങൾക്ക് മുറിഞ്ഞോ? നിങ്ങളുടെ ജീവിതത്തിന്റെ ശുദ്ധീകരണത്തിനായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ദൂത ദൈവം ഇടപെട്ടിപ്പോ. ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. യഹസ്കേലിനെ പോലെ ഇനി അവസ്ഥ മാറില്ല, ഇനി അവസരമില്ലെന്ന് പറയുന്നു. നിൽക്കുന്ന ഇടം നിനക്ക് അനുകൂലമാക്കി മാറ്റുന്ന, ശത്രുവിന് ഒരു തരത്തിലും എടുത്തു മാറ്റാൻ കഴിയാത്ത നിലയിൽ ഒരു ദൈവപ്രവർത്തി കൊണ്ട് നിന്റെ ജീവിതത്തെ അലങ്കരിക്കാൻ കഴിയുന്ന ദൈവിക ഇടപെടൽ, ദൈവിക എൻകൗണ്ടർ ഈ ഉപവാസം പ്രാർത്ഥന ദൈവജനത്തിന് വെളിപ്പെടുകയാണ്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവമേ അനുഗ്രഹിക്കട്ടെ. ഈ ഉപവാസം പ്രാർത്ഥന വലിയ വിടുതലായി, വലിയ ദൈവപ്രവൃത്തിയായി മാറട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കർത്താവേ, ഈ കഴിഞ്ഞ 4 ദിവസവും ഞങ്ങളുടെ ജനത്തോട് വചനം പറയാൻ സ്വർഗം ബലവും ആരോഗ്യം നൽകുകയുണ്ട്. സ്തോത്രം.
ഇന്ന് രാത്രി നിങ്ങളുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, കർത്തദാസിനെ കുടുംബമായി അനുഗ്രഹിച്ച്, സഭയായി നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ അവസരമൊരുക്കി തന്ന കർത്തദാസിനോട്, സഭയോട്, ദൈവമക്കളോട്, സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ഞാൻ പലരുടെയും പേര് പറയാൻ ആഗ്രഹിക്കാത്തത് വേറൊരാൾക്ക് വിഷമം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചു. നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. അവസരമൊരുക്കി തന്ന നിങ്ങളോട് എല്ലാവരോടും നന്ദി വന്ദനം അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു ആൻഡ് താങ്ക് യു. ഗുഡ് നൈറ്റ്.